അടുത്ത അവസാനത്തെ കാരികയാണ് 29. അമാത്രോ അനന്തമാത്രശ്ച ദ്വൈതസ്യോപശമഃ ഓംകാരോ വിദിതോ യേന സമുനർനേതരോ ജന. അമാത്രഃ തുരീയ ഓംകാരോ നിയതേ അനയായിതി മാത്ര പരിച്ഛിതി സ അനന്തായുസിസോ അനന്തം അനന്ത മാത്ര നയതാവത്വമസ്യ പരിച്ഛേദം ശക്യതേ ഇത്യർത്ഥഃ. ഇവിടെ ഓങ്കാരത്തെ കുറിച്ച് പറയുന്നത് അമാത്രനാണ്. അമാത്രൻ എന്ന് പറയുന്നത് ഇപ്പോഴും തുര്യനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അകാരത്തിനും ഉകാരത്തിനും ഏകമാത്ര, മകാരത്തിന് അർദ്ധമാത്ര എന്ന് പറയും. അർദ്ധമാത്ര എന്ന് പറയുന്നത് ഒന്നിന്റെ പകുതി എന്നുള്ള അർത്ഥത്തിലല്ല, അതിനൊരു മാത്ര ആവശ്യമാണല്ലോ അത് ഉച്ചരിക്കുന്നതിന്. അതുകൊണ്ട് അർദ്ധമാത്ര എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഓങ്കാരം അവസാനിക്കുന്നിടത്ത് തുര്യനിൽ മാത്രയൊന്നുമില്ല, ഓങ്കാരത്തിന്റെ മാത്രകളില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ശബ്ദശൂന്യമാണ്. അതുകൊണ്ട് തന്നെ അമാത്ര എന്ന് പറയുന്നു. ശബ്ദത്തിനവിടെ ഒന്നും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ശബ്ദം എന്ന് പറയുന്ന ഉപായത്തിലൂടെ അതിനെ ഉപാസിക്കാനും സാധ്യമല്ല. തുര്യൻ അകാരം ഉകാരം മകാരം വരെ നമ്മൾ ശബ്ദത്തിലൂടെയാണ് ഉപാസിച്ചത്, ധ്യാനിച്ചത്. ശബ്ദം അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് അതിനെ അമാത്രം എന്ന് പറയുന്നു. അതാണ് ഇതുവരെ നമ്മൾ ധരിച്ചത് അതിനെക്കുറിച്ച്. പക്ഷെ അടുത്ത് പറയുന്നത് എന്താണ്? അനന്തമാത്രസ്ഥ. ആ തുര്യൻ എന്ന് പറയുന്ന ഓങ്കാരം, ഇവിടെ തുര്യനെ തന്നെ ഓങ്കാരം എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെ. അത് അനന്തമാത്രകളുള്ളവനുമാണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? അമാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അനന്തമാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫലത്തിലൊന്നു തന്നെ. അനന്തമാത്ര എന്ന് പറയുമ്പോൾ എണ്ണമറ്റ മാത്രകൾ എന്ന് പറയും. ഓങ്കാരത്തിൽ നമുക്കറിയാവുന്നുള്ളത് അകാര ഉകാരം അകാരങ്ങളാണ്. പിന്നെ ഇവിടെ പറയുന്ന അനന്തമാത്ര എന്ന് പറയുന്ന ഏതാണ്? ഈ ശബ്ദപ്രപഞ്ചത്തെ കുറിച്ച് പറയുകയാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെയും നമുക്ക് അനുഭവപ്പെടുന്ന രൂപപ്രപഞ്ചം, രസപ്രപഞ്ചം, ഇങ്ങനെ വരുന്ന ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ശബ്ദപ്രപഞ്ചം. ആ ശബ്ദപ്രപഞ്ചം അതാണ് അനന്തമാത്രകൾ. അമാത്രയും അനന്തമാത്രയും ഒരിടത്താണ്, ഒരു തുര്യനിലാണെന്നർത്ഥം. ഇതൊരു വൈരുദ്ധ്യം പോലെ നമുക്ക് തോന്നും. പക്ഷെ ശ്രുതി ഇങ്ങനെയാണ് പറയുന്നത്. അദ്വൈതത്തെ ബോധിപ്പിക്കുന്നത് ഈ രീതിയിലാണ്. ഇതാണ് അദ്വൈതം. അത് അണുവിനും അണുവാണ്, മഹത്തിനും മഹത്താണെന്ന് പറയും. അണുവിനും അണുവായിരിക്കുക, മഹത്തിനും മഹത്തായിരിക്കുക എന്ന് പറയുമ്പോൾ കേൾക്കുന്ന മാത്രമേ നമുക്കൊരു വൈരുദ്ധ്യം തോന്നും. അത് ചലിക്കുന്നതാണ്, ചലിക്കാത്തതാണ്, ഇങ്ങനെ പറയുമ്പോൾ. അതുപോലെ ഇവിടെയും പറഞ്ഞിരിക്കുകയാണ്. അമാത്ര എന്ന് പറയുമ്പോൾ ഉപാസകൻ അവന്റെ ഉപാസനയിൽ ഓങ്കാരം എന്ന് പറയുന്ന ശബ്ദത്തെ അവലംബിക്കാതെ കേവലം തുരീയ മാത്രനായി സ്ഥിതി ചെയ്യുന്നു. അതാണ് അമാത്ര. അനന്തമാത്ര എന്ന് പറയുമ്പോഴോ അതല്ല, സർവമാത്രകളിലൂടെയും ആ തുരീയനെ തന്നെ ഗ്രഹിക്കുന്നു.
ഒന്നെന്താണ് പറയുന്നത്, മറ്റുള്ള എല്ലാ ചിത്തവൃത്തികളെയും മാറ്റി നിർത്തിയിട്ട് മനസ്സതിനൊന്നും പോകാതെ അകാര ഉകാര മകാരങ്ങളിൽ മാത്രം മനസ്സുറപ്പിച്ച് അതിലൂടെ ഈ തത്വത്തെ ധ്യാനിച്ച് ആ മാത്രയും വിലയിച്ച് മനസ്സ് പൂർണ്ണമായും ഏകാഗ്രമായി സമാഹിതമായി സമാധിസ്ഥനായി തുര്യനായിരിക്കുക. അത് തുരീയ സമാധിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ പിന്നെ വ്യവഹാരങ്ങളൊന്നുമില്ല. മനസ്സിന് വേറെ വിക്ഷേപങ്ങളൊന്നുമില്ല, മനസ്സിന് വേറെ വൃത്തികളൊന്നുമില്ല. മനസ്സ് തന്നെ തുര്യനോട് അഭേദമായി പോകുന്നു, മനസ്സിന് നിലനിൽപ്പില്ല. അതാണ് തുരീയ സമാധി. മനസ്സും അതിനെ തുടർന്ന് വരുന്ന ഒന്നുമില്ല, ശരീരമോ ഇന്ദ്രിയങ്ങളോ ഒന്നും തന്നെ അവിടെയില്ല. പാരമാർത്ഥികമായ നില, നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണ് ആ പാരമാർത്ഥികമായ തത്വം, പാരമാർത്ഥികമായ ഓങ്കാരം എന്തെല്ലാം പറഞ്ഞു. അടുത്ത് പറയുന്നത് ഇതിന് നേരെ വിരുദ്ധമായ കാര്യമാണ്. അമാത്രയിൽ എന്താണ്, അവിടെ ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം ഇതൊന്നും അവിടെ ശേഷിക്കുന്നില്ല. അതിനാണ് ത്രിപുടി എന്ന് പറയുന്നത്. ത്രിപുടിയൊന്നും അവിടെ ശേഷിക്കുന്നില്ല. അവിടെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും അതിനെ വ്യവഹരിക്കാൻ പറ്റുന്നില്ല. അതിനൊക്കെ അതീതമാണ് അമാത്രയിൽ. അനന്തമാത്ര എന്ന് പറയുമ്പോഴും അതിന് നേരെ വിപരീതം. അവിടെ ഒന്നിനെയും നിരോധിക്കുന്നില്ല. സർവമാത്രകളും അതിനെ തന്നെ വെളിപ്പെടുത്തുന്നു, തുര്യനെ. അമാത്ര എന്ന് പറയുമ്പോഴോ അവിടെ ഒരു മാത്രയ്ക്കും തുര്യനെ വെളിപ്പെടുത്താൻ പറ്റില്ല. തുര്യന് ചെല്ലുമ്പോൾ എല്ലാ മാത്രകളും അവസാനിച്ചു, മകാരവും തീർന്നു. ഇവിടെ ശബ്ദത്തിനൊന്നും ഒരു ശേഷിയില്ല തുര്യനെ വെളിപ്പെടുത്താൻ. അനന്തമാത്ര എന്ന് പറയുമ്പോഴോ എല്ലാ മാത്രകളും തുര്യനെ തന്നെ വെളിപ്പെടുത്തുകയാണെന്ന് പറഞ്ഞാൽ ഈ ശബ്ദപ്രപഞ്ചം തന്നെ തുര്യനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്വൈതത്തെ സംബന്ധിച്ച് ഇത് രണ്ട് ശരിയാണ്. എന്താണോ, ഒന്ന് പറയുന്നു ശബ്ദത്തിന് അതിനെ വെളിപ്പെടുത്താൻ സാധ്യമല്ല. മറ്റൊന്ന് പറയും എന്താണോ, ശബ്ദമാണ് അതിന് പ്രമാണം. രണ്ടും പറയുന്നു. ആത്മാവിന് പ്രമാണമായി ശബ്ദം മാത്രമേ ഉള്ളൂ, ശ്രുതി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. വേദ ഏവ അധികമത്വ, വേദം കൊണ്ട് മാത്രം അത് പ്രാപിക്കേണ്ടതാണ്. അനധികത അബാധിതമായ പ്രമാണം എന്നെല്ലാം ശാസ്ത്രീയമായിട്ട് അതിനെക്കുറിച്ച് പറയും, വേദത്തെക്കുറിച്ച്. അപ്പം വേദം എങ്ങനെ അതിനെ വെളിപ്പെടുത്തുന്നു, ശബ്ദം എങ്ങനെ വെളിപ്പെടുത്തുന്നു? അനന്തമാത്രനായി അതിനെ വെളിപ്പെടുത്തുന്നു എന്നർത്ഥം. സർവശബ്ദങ്ങളും അതിനെ തന്നെ വെളിപ്പെടുത്തുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഒന്നിനെയും നിരോധിക്കാനുമില്ല, ഒന്നിനെയും പ്രാപിക്കാനുമില്ല. അഷ്ടാവക്ര ഗീതയിലും മറ്റും ഇക്കാര്യം വളരെ വിശദമായും വ്യക്തമായും പറയുന്നു. അതായത് നിങ്ങളുടെ ചിത്തം വിക്ഷിപ്തമായി സർവ വിഷയങ്ങളെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കട്ടെ, അല്ലെങ്കിൽ ചിത്തം ഏകാഗ്രമായി സമാധിസ്ഥമായി ഈ തുര്യനെ മാത്രം ഗ്രഹിച്ചുകൊണ്ടിരിക്കട്ടെ, രണ്ടായാലും തത്വജ്ഞനിൽ വ്യത്യാസമൊന്നുമില്ല എന്ന് പറയുന്നു. ആചാര്യസ്വാമികളുടെ ജീവൻ മുക്താനന്ദ ലഹരി എന്ന് പറഞ്ഞ ഒരു കൃതിയുണ്ട്. അതിൽ ഈ കാര്യമാണ് വിവരിക്കുന്നത്.
തത്വജ്ഞൻ എങ്ങനെ ആയിരിക്കണം? അവൻ സമാധിസ്ഥനായിരിക്കണമോ അതോ സാധാരണ ജീവന്മാരെ പോലെ വ്യവഹാരനിഷ്ഠനായിരിക്കണം എന്നാർക്കും നിശ്ചയിക്കാൻ സാധ്യമല്ല. തത്വജ്ഞനിൽ പ്രത്യേകിച്ചൊരു ഭാവം ആർക്കും ആരോപിക്കാൻ സാധ്യമല്ല. നമുക്ക് വേണമെങ്കിൽ ആരോപിക്കാം, അതിങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. സാധ്യമല്ല. അവൻ അമാത്രനായും ഇരിക്കാം, അനന്തമാത്രനായും ഇരിക്കാം. എങ്ങനെയിരിക്കും? അമാത്രനായിരിക്കുമ്പോൾ എന്താണ്? സർവപ്രപഞ്ച വ്യവഹാരങ്ങളും ഒടുങ്ങി ആ പരമാർത്ഥ തത്വത്തിനോട് അഭേദമായി തന്നെ ഇരിക്കുന്നു. അവിടെ പ്രത്യേകിച്ച് ഇന്ദ്രിയങ്ങളോ മനസ്സോ മറ്റ് കർണങ്ങളോ ശരീരമോ ഒന്നിനും നിലനിൽപ്പില്ല, വ്യവഹാരമേ ഇല്ല. അങ്ങനെ ഒരു നില. അനന്തമാത്രനായിരിക്കുമ്പോഴോ സർവവ്യവഹാരങ്ങളിലും അതിനെ തന്നെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പലവണ പറഞ്ഞിട്ടുണ്ടല്ലോ, വ്യവഹാരങ്ങൾക്കൊന്നും തത്വജ്ഞന്റെ നിലയെ ഭഞ്ജിക്കുന്നതിന് കഴിയില്ല. തത്വജ്ഞന്റെ സമാധിയെ ചിത്തവിക്ഷേപത്തിന് ഹനിക്കാൻ കഴിയത്തില്ല. അതാണ് വൃത്തി നിരോധത്തിലൂടെ വരുന്ന സമാധിയും തത്വജ്ഞന്റെ സമാധിയും തമ്മിലുള്ള വ്യത്യാസം. വൃത്തി നിരോധത്തിലൂടെ സമാധിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ചിത്തത്തിൽ എന്തെങ്കിലും ഒരു വൃത്തി വന്നു കഴിഞ്ഞാൽ ഉടനെ ആ സമാധി ഭഞ്ജിച്ചു, പിന്നെ അവിടെ സമാധിയില്ല. വീണ്ടും അയാൾ പ്രയത്നപൂർവ്വം സമാധിയിൽ എത്തിച്ചേർന്നു. തത്വജ്ഞൻ അങ്ങനെയല്ല. തത്വജ്ഞന്റെ സമാധിയെ വൃത്തികൾക്കൊന്നും ഭഞ്ജിക്കാൻ കഴിയത്തില്ല. അയാൾ സർവവൃത്തികളിലൂടെയും അയാൾ സമാധിയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമാധിക്ക് വ്യതിചലനം വരാതെ തന്നെ സർവവ്യവഹാരങ്ങളും തത്വജ്ഞന് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ഭാഗം കൂടി പറയുന്നത്. അവൻ അനന്തമാത്രനുമാണ്. അതിനാണ് സഹജ സമാധി എന്ന് പറയുന്നത്. സഹജമായ തന്റെ ഭാവത്തെ ഭഞ്ജിക്കുന്നതിന് ചിത്തവിക്ഷേപങ്ങൾക്കോ ഇന്ദ്രിയ വ്യാപാരങ്ങൾക്കോ ഒന്നും സാധ്യമല്ല. അതിങ്ങനെ ആയിരിക്കണമെന്ന് മറ്റൊരാൾക്ക് നിർദ്ദേശിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു സ്ഥലത്ത് പറയും, എന്താണ്, ഇത് അനുഭവ അതീതമാണ് എന്നൊരു സ്ഥലത്ത് പറയും. വേറെ സ്ഥലത്ത് പറയുന്നത് എന്താണ് എന്നുവെച്ചാൽ ഒരു അനുഭവത്തിനും വിഷയമല്ല. വേറെടുത്ത് പറയും ഇത് സ്വസംവേദ്യമാണ് എന്ന് പറയും. എന്നുവെച്ചാൽ സ്വയം തനിക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് എന്ന് പറയും. ചില സമയത്ത് വളരെ നമ്മൾ ഊന്നൽ കൊടുത്ത് പറയുന്നത് ഇത് അനുഭവാതീതമാണെന്നാണ്. അങ്ങനെ പറയുന്നിടത്ത് അത് ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ട്? ഇത് ലൗകികമായ അനുഭവങ്ങളെ പോലെയുള്ള അനുഭവങ്ങൾ എന്ന് നമ്മൾ ധരിച്ചു പോകും. അങ്ങനെ വരുന്നിടത്തെല്ലാമാണ് ഇതിനെ നിഷേധത്തിലൂടെ ബോധിപ്പിക്കുന്നത്. ഒരാളോട് നീ ആത്മാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസുരന്മാരും ദേവന്മാരും ആത്മാവിനെ ബോധിച്ചതുപോലുള്ള വ്യത്യാസം വരും. ഒരാളുടെ ബോധം അയാളുടെ മനസ്സിലോ ശരീരത്തിലോ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാരണങ്ങളിലോ വരും. യഥാർത്ഥമായ ബോധം ബോധിപ്പിച്ചതുകൊണ്ടുണ്ടാകത്തില്ല. അതുകൊണ്ട് ഇത് അനുഭവ വിഷയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി ലൗകികമായ അനുഭവങ്ങൾ പോലെയുള്ള എന്തോ ഒരു അനുഭവമാണെന്ന് ധരിക്കും. അങ്ങനെ ധരിക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ് ഇത് അനുഭവാതീതമാണ്. അനുഭവാതീതമാണെങ്കിൽ പിന്നെ ഇതെന്താണ്? വാക്കുകൊണ്ട് വെളിപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഒരു കെട്ടുകഥ പോലെ ആകുമോ? അങ്ങനെയല്ല പറയുന്ന വിദ്വത് അനുഭവ വിഷയമാണിത്. ഭാഷ്യത്തിൽ തന്നെ ഇത് രണ്ടും പറയും. മനസ്സാവി മന്ദം നിസക്യതയെ മനസ്സുകൊണ്ടൊന്ന് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. പിന്നെന്താ അതിനെക്കുറിച്ചുള്ള അനുഭവം? ബ്രഹ്മതത്വം അതിഗംഭീരം എന്നൊക്കെ ആചാര്യസ്വാമിയുടെ ഭാഷ്യത്തിൽ പറയും. ഇത് അതിഗംഭീരമാണ് എന്ന് പറയും. എന്നിട്ട് അതേ സ്ഥലത്തിന്റെ വേടത്ത് പറയും എന്താണ്? വിദ്വത് അനുഭവ വിഷയത്വ സ്വസംവേദ്യത്വ. അങ്ങനെ അതിന്റെ അനുഭവത്തെക്കുറിച്ചും പറയുന്നു. അപ്പൊ അനുഭവം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അനുഭവാതീതമാണ്.
അനുഭവാതീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അലീകമാണ്, അല്ലെങ്കിൽ ശൂന്യമാണ്, അപ്രസിദ്ധമാണെന്ന് ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സ്വസംവേദ്യമാണ്. അവിടെ തത്വജ്ഞൻ ഈ തുര്യനെ സാക്ഷാത്കരിക്കുന്നത് അമാത്രയായിട്ട് മാത്രമല്ല, മറിച്ച് അനന്തമാത്രയായിട്ടുമാണ്. എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? അനന്തമാത്രകളിലൂടെ, ഈ ശബ്ദപ്രപഞ്ചത്തിലൂടെ, ഈ ബോധം പ്രപഞ്ച അനുഭവത്തിന് വേണ്ടി മുഖ്യമായി അവലംബിക്കുന്നതാണ് ഈ ശബ്ദപ്രപഞ്ചം. ഈ ശബ്ദപ്രപഞ്ചത്തിലൂടെയാണ് നമുക്ക് ഈ സംസാരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അജ്ഞന് ഈ ശബ്ദപ്രപഞ്ചത്തിലൂടെ ഈ സംസാരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വിജ്ഞനെ സംബന്ധിച്ച് ഈ ശബ്ദപ്രപഞ്ചത്തിലൂടെ തുര്യനാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ തുര്യനെ അനന്തമാത്രമെന്നും പറയാം. അങ്ങനെ പറയുന്നതിന് ദോഷമില്ല. ഇതെല്ലാത്തിനും യോജിക്കും. ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളിലൂടെയെല്ലാം അജ്ഞൻ ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജ്ഞാനി തത്വജ്ഞൻ എന്ത് ചെയ്യുന്നു? സ്വസ്വരൂപത്തെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് പ്രതിബോധവിദിതം എന്ന് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ അമാത്ര വരെ പറഞ്ഞതിന് ശേഷം വീണ്ടും അനന്തമാത്രയെക്കുറിച്ച് പറയുമ്പോൾ പരമാർത്ഥത്തിൽ ഇത് രണ്ടും വിരുദ്ധമുള്ള കാര്യമല്ല, ഒന്നാണ് എന്ന് ധരിക്കാൻ വേണ്ടി പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ സമാധി വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഉപാസനയുടെ ഫലം സമാധിയാണ്. സമാധി എന്ന് പറയുമ്പോൾ അവിടെ പ്രപഞ്ച വിസ്മരണത്തിൽ ആത്മനിഷ്ഠനായിരിക്കുക എന്നുള്ള മാത്രമല്ല അർത്ഥം. അവൻ പ്രപഞ്ച ബോധത്തോടുകൂടി ഇരുന്നാലും ശരി, അവനിൽ ആത്മവിസ്മരണം സംഭവിക്കുന്നില്ല. അവൻ ആത്മനിഷ്ഠനായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് അനുഭവാതീതം എന്ന് പറയുന്നതും അനുഭവ വിഷയമെന്ന് പറഞ്ഞാലും പരമാർത്ഥത്തിൽ ഒന്ന് തന്നെ. ഈ ഒരു പരമാർത്ഥ തത്വത്തിൽ നിന്നുകൊണ്ട് അദ്വൈതത്തെ എങ്ങനെ വേണോ ചിത്രീകരിക്കാം. നമ്മൾ അദ്വൈതത്തെ പറയുന്നത് എന്താണ്? ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ഇതാണ് അദ്വൈതത്തെക്കുറിച്ച് നമ്മൾ പുതിയ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ തന്നെ പറയണമെന്നില്ല. ആചാര്യസ്വാമികൾ തന്നെ പറയുന്നുണ്ട്. ബൃഹദാരണ്യോപനിഷത്തിന്റെ ഭാഷ്യത്തിന്റെ ഒരു ഭാഗത്ത് വ്യക്തമായും പറയുന്നുണ്ട്. എന്താണ്? ജഗത് മിഥ്യ എന്ന് പറയുന്നത് പോലെ ജഗത് സത്യം എന്ന് പറഞ്ഞാലും അദ്വൈതത്തിന് വിരോധമൊന്നുമില്ല. എന്തുകൊണ്ട്? ഈ തുര്യൻ അനന്തമാത്രനാണ്. തുര്യനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ലെങ്കിൽ, നമ്മൾ ഈ കാണുന്നതെല്ലാം തുര്യനാണെങ്കിൽ ഇത് സത്യം തന്നെ. ഇത് സത്ത് തന്നെയാണ്. സത്തല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല. അപ്പോൾ ഇതിന് അമാത്രനായിട്ടും, അങ്ങനെ പ്രപഞ്ചശൂന്യമായിട്ടും അനന്തമാത്രമായിട്ടും പ്രപഞ്ചസഹിതനായിട്ടും പറയാം. അതിന് വൈരുദ്ധ്യമില്ല. അതാണ് ഇവിടെ പ്രധാനമായി പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഭാഗം മാത്രം നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ അത് ഭാഗികമായ ജ്ഞാനമാകത്തുള്ളൂ. പ്രപഞ്ചം മിഥ്യയാണെന്ന് മാത്രം ധരിച്ചു കഴിഞ്ഞാൽ അദ്വൈതത്തിന്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. പക്ഷെ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ട്? ആ പ്രപഞ്ച സത്യത്വ ബോധമാണ് അവനെ ഈ സ്വരൂപനിഷ്ഠയിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നത്. അവനെ സ്വരൂപനിഷ്ഠനാകാൻ അനുവദിക്കാതിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ സത്യത്വ ബോധമാണ്, അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ബോധം. അപ്പൊ ആ ബോധത്തെ നിരാകരിക്കണം, അതിന് കാരണമായിരിക്കുന്ന അജ്ഞാനത്തെ നിരാകരിക്കണം. അതിനുവേണ്ടി പ്രപഞ്ചം മിഥ്യയാണെന്നാണ് ആവർത്തിച്ച് പറയുന്നത്. പരമാർത്ഥത്തിലെത്തുമ്പോഴോ സർവം ഖല്ലു ഇദം ബ്രഹ്മ, ശ്രുതി തന്നെ പറയുന്നു, സർവവും ആ ബ്രഹ്മം തന്നെ. അപ്പൊ ഇവിടെ സത്യം ഇന്നത് മിഥ്യ ഇന്നത് എന്ന് വേർതിരിക്കാനില്ല. അവൻ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നു, പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. എന്നാൽ പ്രപഞ്ചത്തിൽ ഇന്നത് സത്യം ഇന്നത് മിഥ്യ എന്ന് വേർതിരിക്കാനും കഴിയാതിരിക്കുമ്പോൾ അവനെ സംബന്ധിച്ച് എന്താണ്? ഒന്ന് മാത്രമേ ഉള്ളൂ, ഏകവും അദ്വൈതവുമായിരിക്കുന്ന ബ്രഹ്മം മാത്രം. അപ്പോൾ സത്യം മിഥ്യ എന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ പിന്നെ പ്രപഞ്ചം മിഥ്യയാണ്, മറ്റൊന്ന് സത്യമാണെന്ന് പറയാൻ കഴിയത്തില്ല. ആ ഒരു നിലയെക്കുറിച്ചും പറയുന്നു. അപ്പോൾ അവനെ അമാത്രനായും പറയാം,
അമാത്രം എന്ന് പറയുമ്പോൾ ഫലത്തിലെന്തായി? പ്രപഞ്ചശൂന്യനായി. അനന്തമാത്രം എന്ന് പറയുമ്പോഴോ അത് പ്രപഞ്ച സഹിതനുമായി, പ്രപഞ്ചത്തോടു കൂടിയവനുമായി. ഇത് പരമാർത്ഥത്തിൽ എന്താണ്? ഏതിനെ എങ്കിലും ഒന്നിനെ നിരാകരിക്കുകയോ മറ്റൊന്നിനെ സമർത്ഥിക്കുകയോ ചെയ്യുന്നതല്ല. തുടക്കത്തിൽ അങ്ങനെ ചെയ്യുന്നു. പ്രപഞ്ചത്തെ നിരാകരിക്കുന്നു, ബ്രഹ്മത്തെ സമർത്ഥിക്കുന്നു. പരമാർത്ഥത്തിലോ അവിടെ നിരാകരണവും സമർത്ഥനവും രണ്ടുമില്ല. രണ്ടിനെയും ഒരുപോലെ അംഗീകരിക്കുന്നു. അതുകൊണ്ടത് അമാത്രണമാണ്, അനന്ത മാത്രമാണ്. പക്ഷേ എന്ന് വരുമ്പോൾ ഈ പ്രപഞ്ച സഹിതനാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അത് അജ്ഞാനത്തിൽ ഇരുന്നു കൊണ്ട് ഇതിനെ കാണുന്ന ദ്വൈതത്തല്ല അവിടെ ഉദ്ദേശിക്കുന്നു. അങ്ങനെ ധരിക്കാനും പാടില്ല. അദ്വൈതത്തിൽ പ്രപഞ്ചത്തെ സത്യമെന്ന് പറയുന്നു എന്ന് പറയുന്നതിന് വലിയ തെറ്റിദ്ധാരണയ്ക്കിടയുണ്ടാകും. കാരണം അവൻ ദ്വൈതത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രപഞ്ചത്തെ കാണുന്നത്. അവന്റെ കാഴ്ചയെ ശരിയെന്ന് അംഗീകരിക്കുകയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ പരമാർത്ഥത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? ദ്വൈതസ്യ ഉപശമ, ദ്വൈതത്തിന്റെ ഉപശമം അവിടെ സംഭവിച്ചിരിക്കുകയാണ്. ദ്വൈതത്തിന്റെ ഉപശമത്തിലാണ് അവൻ പറയുന്നത് എന്താണ്? ഇവിടെ സത്യം മാത്രമേ ഉള്ളൂ. രണ്ട് സത്യത്തെ അംഗീകരിക്കാൻ വേണ്ടിയല്ല, ബ്രഹ്മസത്യത്തെ അംഗീകരിക്കുക, പ്രപഞ്ച സത്യത്തെ അംഗീകരിക്കുക, അതല്ല ഉദ്ദേശിക്കുന്നത്. ദ്വൈതത്തിന്റെ ഉപശമം സംഭവിച്ചു കഴിഞ്ഞാൽ അവന് സത്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറയുന്നത് എന്താണ്? അവൻ സർവശബ്ദത്തിലൂടെയും അനന്തമാത്രകളിലൂടെയും സാക്ഷാത്കരിക്കുന്നത് അതിനെ തന്നെ. അതിൽ നിന്ന് വേറിട്ട് അവനെ ഒന്നും സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല. അവന് മണ്ണിൽ നിന്ന് വേറിട്ടൊരു കുടത്തെ അറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതുപോലെ കുടത്തിന്റെ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മണ്ണ് തന്നെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ തത്വത്തെ ഗ്രഹിക്കുന്നവന് അതിൽ നിന്ന് ഭിന്നമായൊരു വസ്തുവിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതിന്റെ അർത്ഥം അതുപയോഗിച്ച് വെള്ളം കോരാനോ മറ്റൊന്നും സാധ്യമല്ല എന്നുള്ളതല്ല. അതുകൊണ്ട് ചെയ്യാമെന്നുള്ള പ്രവൃത്തികളെല്ലാം അവന് ചെയ്യാം. അതിന്റെ രൂപവും ആകൃതിയും അവന്റെ മുമ്പിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല. പക്ഷെ അതിന്റെ തത്വം നാം ഗ്രഹിക്കുന്നു. എന്താണത്? മണ്ണ് മാത്രമാണ്. അതുപോലെ പ്രപഞ്ചത്തിന്റെ തത്വം എന്താണ്? ദ്വൈതത്തിന്റെ ഉപശമമാണ്. എന്താണ്? ശിവമാണ്, ശാന്തമാണ്. ആ തത്വത്തെ ഗ്രഹിച്ചതുകൊണ്ടാണ് അവൻ ശാന്തനായിരിക്കുന്നത്. തത്വബോധത്തിലാണ് ശാന്തി ഉണ്ടാകുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി എന്തെല്ലാം ഉപായങ്ങൾ സ്വീകരിച്ചാലും ശരി, നമ്മുടെ ഉപായങ്ങൾ അവസാനിക്കുമ്പോൾ മനസ്സ് അശാന്തമാകും. അല്ലെങ്കിൽ മനസ്സിന്റെ എന്താണോ നില, ആ നിലയിലേക്ക് അത് പോകും. സന്തോഷത്തിലേക്കോ സന്താപത്തിലേക്കോ എവിടെ വേണമെങ്കിലും അത് പോകും. അതിന് ഏത് ഉപായം സ്വീകരിച്ചാലും, ധ്യാനം ഉൾപ്പെടെയുള്ള ഏത് ഉപായങ്ങൾ സ്വീകരിച്ചാലും, നിങ്ങൾ മനസ്സിന് സമാധാനം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരാളെ ധ്യാനം ശീലിപ്പിക്കുമെന്ന് വിചാരിക്കുക. അയാൾ ധ്യാനം ശീലിക്കുന്നു, അയാൾക്ക് മനസ്സിന് സമാധാനം വരും. അത് ശരിയാണ്, മനസ്സിന് കുറെ സ്വസ്ഥതയൊക്കെ അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയും. പക്ഷെ 10 ദിവസം അത് ശീലിക്കാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും മനസ്സ് അസ്വസ്ഥമാവും. അപ്പൊ അതുകൊണ്ടൊന്നും മനസ്സിന് ശാന്തി വരത്തില്ല. മനസ്സിന് ശാന്തി വരുന്നതിന് ഈ ദ്വൈത ഉപശമം തന്നെ സംഭവിക്കണം. തത്വബോധം കൊണ്ടേ ഉണ്ടാവും. അവിടെ ശിവമായിരിക്കുന്നു, ശാന്തമായിരിക്കുന്നു. അതാണ് മുനിയുടെ വാസ്തവികമായ നില. അവിടെ മുനിക്ക് സാധിക്കാനോ ബാധിക്കാനോ ഒന്നും. അതുകൊണ്ടാണ് അടുത്ത് പറയുന്നത് ഓങ്കാരോ വിദിതോ യേന. അങ്ങനെ ഓങ്കാരത്തെ ആരാണോ അറിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഉപാസിച്ച് സാക്ഷാത്കരിച്ചിരിക്കുന്നത്, ഓങ്കാരം എന്ന് വെച്ചാൽ ഇവിടെ തുര്യൻ, സ മുനിർ, അവനാണ് മുനി. അല്ല ഇതരോ ജനഹ, അല്ലാതെ മൗനത്തിലിരിക്കുന്നവനല്ല. സാധാരണ മൗനത്തിലിരിക്കുന്നവനെയാണ് മുനി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മനനം ചെയ്യുന്നവനെ മുനി എന്ന് പറയും. രണ്ടു രീതിയിലും പറയാം. പക്ഷെ വെറും വാങ്മൗനം കൊണ്ടോ അല്ലെങ്കിൽ ഇന്ദ്രിയ നിഗ്രഹം കൊണ്ടോ ഒന്നും ഒരാൾക്ക് മുനിയാകാൻ പറ്റത്തില്ല. ബാഹ്യമായ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ടും മുനിയാകത്തില്ല. മനസ്സിനെ നിഗ്രഹിച്ചാലും മുനിയാകത്തില്ല. ഇനി വളരെ മനനം ചെയ്തതുകൊണ്ടും മുനിയാകുന്നില്ല.
ചിന്തിച്ചതുകൊണ്ട് ജിനിയാവും. ചിന്തകന്മാരെന്ന് പറയുന്നു. അവരൊന്നും മുനിമാരല്ല. അവൻ തന്റെ സ്വരൂപത്തെ അമാത്രമായും അനന്തമാത്രമായും ഗ്രഹിക്കുന്നു. താൻ പ്രപഞ്ചശൂന്യനാണെന്നും അതേസമയം സർവപ്രപഞ്ചത്തിനും ആധാരമാണെന്നും ധരിക്കുന്നു. രണ്ടും ഒരേ നിലയിൽ തന്നെ കുറിച്ച് ബോധിക്കുന്നു. അത് തന്റെ സ്വരൂപം അവന് അതായിരിക്കണം അവൻ സർവത്തിനും അനുഭവിക്കുന്നു. സർവപ്രപഞ്ച വ്യവഹാരങ്ങളിലും തന്റെ സ്വരൂപത്തെ തന്നെ അവൻ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അവനാണ് മുനിയായിരിക്കുന്നത്. അവൻ ഓങ്കാരത്തെ അറിഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. സർവദ്വൈതവും ഉപശമത്വാദേവ ശിവ. അവനെ സംബന്ധിച്ച് സർവദ്വൈതവും ഉപശമിച്ചിരിക്കുന്നു. ദ്വൈതത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനം നശിച്ചിരിക്കുന്നു. അപ്പോൾ ദ്വൈതം അവിടെ ഉപശമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ സമാധിസ്ഥനോ അല്ലെങ്കിൽ വിദ്ധിതനോ ആകട്ടെ, സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്നവനാണ് വിദ്ധിതനെന്ന് പറയുന്നത്. രണ്ടായാലും ശരി, അവനിൽ പ്രപഞ്ചം ഉപശമിച്ചിരിക്കുന്നു. ഓങ്കാരോ യഥാവ്യാഖ്യാതോ വിദ്യ. ഇതുവരെ വിശദീകരിച്ചത് മുഴുവൻ ശ്രുതി ഓങ്കാരത്തെക്കുറിച്ചാണ്, എന്നുവെച്ചാൽ തുര്യനെ കുറിച്ചാണ്. അത് ആരാണോ അതിനെ അറിഞ്ഞിരിക്കുന്നത് സ പരമാർത്ഥ തത്വസ്യ മനനാത്മനി. കേവലം മനനം ചെയ്യുന്നതുകൊണ്ട് ഒരാൾ മുനിയാകത്തില്ല. പരമാർത്ഥ തത്വത്തെ തന്നെ അവൻ മനനം ചെയ്യുന്നു. അതുകൊണ്ട് അവൻ മുനിയാകുന്നു. എന്നുവെച്ചാൽ അവന്റെ മനന വിഷയമായിരിക്കുന്നതും പരമാർത്ഥ തത്വമാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്താണ്, മുനി മനനം ചെയ്യാത്തവനല്ല. നമ്മളും മനനം ചെയ്യുന്നുണ്ട്. മനനം ചെയ്യാന്ന് വെച്ചാൽ ചിന്തിക്കുക, സങ്കല്പിക്കുക, ഭാവന ചെയ്യുക, സ്മരിക്കുക, ഇതെല്ലാം മനനത്തിൽപ്പെടും. പക്ഷെ നമ്മുടെ മനനങ്ങളെല്ലാം എവിടെ നിൽക്കുന്നു? പ്രപഞ്ചത്തിൽ നിൽക്കുന്നു. പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ മനനം ചെയ്യുന്നു. അതേസമയം സ്വസ്വരൂപത്തെ വിസ്മരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ മനനം ചിന്ത എന്ന് പറയുന്നതല്ല വാസ്തവത്തിൽ. ചിന്തയെ നിരോധിച്ചിട്ട് ബലം പ്രയോഗിച്ച് നിരോധിച്ചിട്ടും കാര്യമൊന്നുമില്ല. മറിച്ച് അവിടെ എന്ത് വേണം? പരമാർത്ഥ തത്വത്തെക്കുറിച്ചുള്ള ചിന്ത വേണം. ചിന്ത ഇല്ലാതാക്കാനല്ല ഇവിടെ പറയുന്നു. പരമാർത്ഥ തത്വത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ചിന്ത, ആ ചിന്തയിൽ തന്നെ ചിന്ത ഇല്ലാതാകുന്നു. ചിന്തിക്കാതെ ചിന്ത ഇല്ലാതാകുകയല്ല, ചിന്തിച്ചിരിക്കെ തന്നെ ചിന്ത ഇല്ലാതാകുന്നു. പിന്നെ ചിന്തയ്ക്ക് അവിടെ നിലനിൽപ്പില്ല. അതാണ് ഇവിടെ പറയുന്നത്. പരമാർത്ഥ തത്വത്വം മനസ്സ് തത്വസ്യം മനനാത്മിനി. പരമാർത്ഥ തത്വത്തെ മനനം ചെയ്യുന്നവനാണ് മിനി. മനസ്സിന്റെ അമിനീഭാവം എന്നെല്ലാം പറയും. പരമാർത്ഥത്തിൽ മനസ്സല്ലാതായി തീരുക. മനസ്സല്ലാതായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ മനനം സാധ്യമാകുമോ എന്ന് ചോദിക്കും. മനനം കൊണ്ടാണ് മനസ്സല്ലാതായി തീരുന്നത്. എങ്ങനെയുള്ള മനനം? പരമാർത്ഥ തത്വത്തിന്റെ മനനം കൊണ്ട്. അങ്ങനെ മനസ്സല്ലാതായി തീർന്നു കഴിഞ്ഞാലും മനനം തുടരാം. അതിന് ദോഷമില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സർവവും സ്വസ്വരൂപം തന്നെ. അവിടെ എന്ത് തന്നെ സംഭവിച്ചാൽ അത് തന്റെ സ്വരൂപത്തിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ട് മനനം ചെയ്യുന്നോ മനനം ചെയ്യുന്നില്ല എന്നുള്ളതിന് പ്രസക്തിയില്ല. തന്റെ അനുഭവം എന്താണ്, അതിനാണ് പ്രസക്തി. അതുകൊണ്ട് പറയുന്നു പരമാർത്ഥ തത്വസ്യ മനനാത്മനി നൈതരോജന. മറ്റുള്ളവരല്ല, ശാസ്ത്രവിദപി. സർവശാസ്ത്രങ്ങളും അറിയുന്നവനാണെങ്കിൽ കൂടിയും, സർവശാസ്ത്രത്തെ അറിയുന്നവനും ശാസ്ത്രത്തെ മനനം ചെയ്യുന്നുണ്ട്. പക്ഷെ അവനും മുനിയല്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ആത്മബോധമുള്ളവനാണ് ഇവിടെ മുനി എന്ന് പറയുന്നത്. അവൻ സമാധിയിലിരിക്കുകയോ അല്ലെങ്കിൽ ഉണർന്നിരിക്കുകയോ പ്രപഞ്ച വ്യവഹാരത്തിൽ ഏർപ്പെടുകയോ ഏർപ്പെടാതിരിക്കുകയോ എന്ത് ചെയ്താലും പരമാർത്ഥത്തെ ബോധിച്ചവൻ, അവനെയാണ് ഇവിടെ മുനി എന്ന് പറയുന്നത്. അമാത്രോ അനന്തമാത്രശ്ച ദ്വൈതസ്യ ഉപശമശിവ ഓംകാരോ വിദിതോ യേന സമുനിർണേതരോ ജനഃ. ഒന്നാമത്തെ പ്രകരണം ആഗമപ്രകരണം. ഇവിടെ ഏറ്റവും പ്രധാനം
അതാണ്, ആഗമപ്രകരണമാണ്. കാരണം ആഗമത്തിനാണ് പ്രാധാന്യം. ആത്മതത്വത്തെ ബോധിപ്പിക്കുന്നതിനുള്ള നിരപേക്ഷമായ പ്രമാണം എന്നാണ് ശ്രുതിയെക്കുറിച്ച് പറയുന്നത്. നിരപേക്ഷമായി അതിനെ ബോധിപ്പിക്കുന്നുണ്ട്. അത്രമാത്രം സഹായിക്കുന്നത് മറ്റൊന്നുമല്ല. അതുകൊണ്ട് ഉപനിഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ ഒരു ആദ്യത്തെ പഠനത്തോടുകൂടി കഴിഞ്ഞു. പറയാവുന്നതെല്ലാം അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതലും യുക്തി, അനുമാനം ഇതിനെ ആശ്രയിച്ചിട്ട് ഈ തത്വത്തെ വെളിപ്പെടുത്തുകയാണ്. അത് മുഖ്യമായിട്ടും പ്രപഞ്ചമിഥ്യാത്വത്തെ. കാരണം പ്രപഞ്ച സത്യത്വ ബോധമാണ് ആത്മസത്യത്വ ബോധത്തിലൂടെ തടസ്സമായി നിൽക്കുന്നത്. അജ്ഞാനം, അവിദ്യ, മായ എന്നെല്ലാം പറയുന്നു. അത് നേരിട്ട് ആത്മാവിനെ ബോധിപ്പിച്ചാൽ ബോധിക്കുന്നവരുണ്ട്, ബോധിക്കാത്തവരുമുണ്ട്. ബോധിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന എന്താണ്? ആത്മതത്വത്തെ തടസ്സമായിരിക്കുന്ന ഈ പ്രപഞ്ച സത്യത്വ ബോധം തന്നെ. അപ്പൊ അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടി അവർക്ക് പറ്റിയ രീതിയിൽ, അവർക്ക് പറ്റിയ ഉപായത്തിൽ, അവർക്ക് പറ്റിയ ഉപായം എന്ന് പറയുമ്പോൾ തന്നെ യുക്തി, മുഖ്യമായ യുക്തിയെ ആശ്രയിച്ച് അതിനെ ബോധിപ്പിക്കുകയാണ്. അതാണ് രണ്ടാമത് വരുന്ന വൈദഗ്ധ്യ പ്രകടനം. പ്രപഞ്ച മിഥ്യാത്വത്തെ ബോധിപ്പിക്കുന്നു. അതും ഇവിടെ സ്വപ്നത്തെ ആശ്രയിച്ചിട്ട്. സ്വപ്നം അസത്യമാണ് എന്ന് നമ്മൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അത് അനുഭവ സിദ്ധമായ കാര്യമാണ്. എല്ലാവർക്കും അറിയാം സ്വപ്നം അസത്യമാണ്. എന്നാൽ ഇവിടെ കൂടുതലും ചർച്ച ചെയ്യുന്നത് സ്വപ്നത്തെക്കുറിച്ചാണ്. അനുഭവമാണെങ്കിലും അതിനെ ചർച്ച ചെയ്യുന്നത് എന്തിനാ? സ്വപ്നം അസത്യമാണെന്നുള്ളത് അനുഭവം മാത്രമല്ല, യുക്തിയിലൂടെ അതിനെ ബോധ്യപ്പെടുത്തുന്നു. എന്തിന്? ആ യുക്തിയെ ജാഗ്രതയിൽ പ്രയോഗിക്കാൻ വേണ്ടി. സ്വപ്നം അസത്യമാണെന്നുള്ള കാര്യം എല്ലാവർക്കും സമ്മതമായ കാര്യമാണ്. ആ സ്വാനുഭവത്തിനോട് യുക്തി നിരക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ജാഗ്രതയിലെ ഈ അനുഭവങ്ങളോടും യുക്തി യോജിക്കണമല്ലോ എന്നാണ്. അപ്പൊ ജാഗ്രതയിലെ ഈ അനുഭവത്തെ അസത്യമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വപ്നത്തിലെ നമ്മുടെ അനുഭവത്തിന് ഇവിടെ യുക്തികളെ കണ്ടെത്തേണ്ടത്. അല്ലെങ്കിൽ സ്വപ്നത്തെക്കുറിച്ച് ഇത്രയൊക്കെ ചർച്ച ചെയ്യുന്ന എന്തിനാണ്? വ്യർത്ഥമാണല്ലോ, അത് അസത്യമാണെന്നുള്ളതിന് യുക്തിയുടെ ആവശ്യമില്ലെന്നും നമുക്ക് തോന്നിപ്പോകും. ജാഗ്രതയിലെ അനുഭവത്തിലേക്ക് പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ആ സ്വപ്നത്തിലെ ആ നമ്മുടെ അനുഭവം അത് അസത്യമാണെങ്കിൽ, അത് അനുഭവം കൊണ്ട് യുക്തി കൊണ്ട് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ജാഗ്രതയിലെ ഈ അനുഭവങ്ങളും അസത്യമാണെന്ന് യുക്തി കൊണ്ട് ബോധ്യപ്പെടാം. പിന്നീട് അത് അനുഭവത്തിൽ വരണം. ഇവിടെ അനുഭവത്തിലല്ല. സ്വപ്നം അങ്ങനെ. സ്വപ്നം ആദ്യം ഇവിടെ അനുഭവത്തിനാണ് പ്രാധാന്യം. പിന്നീട് നമ്മൾ അതിനെ യുക്തിയെ കണ്ടെത്തുകയാണ്. യുക്തിയിലൂടെയും അത് ശരി തന്നെയാണെന്ന് പറയുന്നു. ജാഗ്രതത്തിലേക്ക് വരുമ്പോഴോ അവിടെ നമ്മൾ യുക്തി അതിൽ കൊണ്ടുവന്ന് പ്രയോഗിക്കുന്നു. പിന്നീട് അനുഭവത്തിലേക്ക് വരുന്നു. ആ രീതിയിൽ വൈദഗ്ധ്യം എന്ന് വെച്ചാൽ അസത്യത്വം അതിനിവിടെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ പ്രകടനം. അതിൽ കാരിക. ശ്രുതി ഇവിടെ അവസാനിച്ചതുകൊണ്ട് ഇനി കാരികകൾ മാത്രമേ ഉള്ളൂ. കാരിക എന്ന് പറഞ്ഞാൽ അതിന് ശ്ലോകം എന്നുള്ള അർത്ഥമാണ്. ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. വൈദഗ്ധ്യം സർവഭാവാനാം സ്വപ്ന ആഹുർമനീഷിണഃ അന്തസ്ഥാനാത്തു ഭാവാനാം സമൃദ്ധത്വേന ഹേതുനാ. സർവഭാവാനാം വൈദഗ്ധ്യം സ്വപ്നെ ആഹു എന്നാണ്. സ്വപ്ന ആഹു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓം ജ്ഞാതേ ദ്വൈതം ന വിദ്യതേ ഇത്യുക്തം. ജ്ഞാതേ നേരത്തെ പറഞ്ഞു, ജ്ഞാതേ ദ്വൈതം ന വിദ്യതേ. പരമാർത്ഥ തത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ
പിന്നെ ദ്വൈതത്തിന് നിലനിൽപ്പില്ല. എന്നുവെച്ചാൽ ദ്വൈതം സത്യമായി നിലനിൽക്കുന്നില്ല. അല്ലെങ്കിൽ ആ പരമാർത്ഥ തത്വത്തെ ദ്വൈതം ബാധിക്കുന്നില്ല. ആ പരമാർത്ഥ തത്വബോധത്തെ ദ്വൈതബോധം നശിപ്പിക്കുന്നില്ല. ഇത് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട് ഏകമേവ അദ്വിതീയം ഇത്യാദി ശ്രുതിഭ്യ, ഈ ശ്രുതികളിലൂടെയാണ് അത് ബോധിപ്പിച്ചിരിക്കുന്നത്. ഇത് ഏകമാണ്, അദ്വിതീയമാണ്. അവിടെ എങ്ങനെ ദ്വൈതം നിലനിൽക്കും? നിലനിൽക്കത്തില്ല. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആഗമ മാത്രം തത്വം, അത് ശ്രുതിയാണ്. ശ്രുതി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ എങ്ങനെയാണ്? പൂർവാചാര്യന്മാരുടെ അനുഭവം. ഒരാള് ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞ് തൃപ്തനായി ആ തൃപ്തിയെ വർണ്ണിക്കുന്നത് പോലെയാണ് ആചാര്യന്മാർ ഇതിനെ വർണ്ണിക്കുന്നത്. ആ വർണ്ണന ഒരിക്കലും കേൾക്കുന്നവന്റെ വിശപ്പടങ്ങാൻ ഒരിക്കലും ഉപകരിക്കത്തില്ല. അന്തരം അവിടെയുണ്ട് സാധാരണഗതിയിൽ. ഒരുവന്റെ തൃപ്തി, ആ തരത്തിലുള്ള തൃപ്തി ശബ്ദത്തിലൂടെ വേറെ ആളിന് പകരാനൊക്കത്തില്ല. കാരണം എന്തുകൊണ്ട്? അവിടെ അനുഭവത്തിന്റെ അന്തരമുണ്ട്. ശ്രുതി ബോധിപ്പിക്കുമ്പോൾ ഇവൻ ശ്രവിക്കുന്നേ ഉള്ളൂ. ശ്രുതിയിൽ ആ ആചാര്യൻ ഗുരു എങ്ങനെയാണോ ബോധിച്ചത് അതുപോലെ ഇവന് ബോധ്യപ്പെടുന്നില്ല. ബോധ്യപ്പെടാം, അത് കഴിയാത്തവരെ കുറിച്ച് പറയണം. ആ പറഞ്ഞ കാര്യങ്ങൾ ഏകമേവാദ്വിതീയം എന്നും മറ്റും പറഞ്ഞ കാര്യങ്ങൾ തത്ര ഉപപത്യാവി ദ്വൈതസ്യ വൈദഗ്ധ്യം സഖ്യതേ അവധാരയിലും ഉപപത്തിയിലൂടെ, യുക്തിയിലൂടെ, ഉപപത്തി എന്നാൽ യുക്തി, അതിലൂടെയും ദ്വൈതത്തിന്റെ അസത്യത്വം, ഇതല്ല പരമാർത്ഥം, ആത്മാവാണ് പരമാർത്ഥം എന്നുള്ളത് സഖ്യതേ അവധാരയിലും നമ്മുടെ മനസ്സിന് ബോധിക്കാൻ കഴിയും, നിശ്ചയിക്കാൻ കഴിയും. അതിനുവേണ്ടി ദ്വിതീയം പ്രകരണം ആരഭ്യതേ. അതിനുവേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ പ്രകരണം തുടങ്ങിയിരിക്കുന്നത്. വൈദഗ്ധ്യം എന്നാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രകടനത്തിന് തന്നെ വൈദഗ്ധ്യം എന്ന് പേര് വന്നു. വൈദഗ്ധ്യം ഇത്യാദിന വിദഗ്ധസ്യ ഭാവോ വൈദഗ്ധ്യം അസത്യത്വമിതി അർത്ഥം. അസത്യത്വം എന്നർത്ഥം വൈദഗ്ധ്യം. ഈ കാണുന്നതൊന്നും അല്ല സത്യം എന്നാണ് അതിന്റെ ചുരുക്കം. കസ്യ, എന്തിനാണ് ഇവിടെ അസത്യത്വമുള്ളത്? സർവേഷാം ബാഹ്യ ആധ്യാത്മികാനാം ഭാവാനാം പദാർത്ഥാനാം സ്വപ്നെ ഉപലഭ്യമാനാനാം. സ്വപ്നെ സർവഭാവാനാം എന്നാ പറഞ്ഞിരിക്കുന്നു. സ്വപ്നത്തിൽ അനുഭവപ്പെടുന്ന സർവത്തിനും, സ്വപ്നത്തിനും രണ്ടുണ്ട്. എന്താണ്? ബാഹ്യവും ആധ്യാത്മികവും. സ്വപ്നം കാണുന്നവൻ ജാഗ്രതത്തിലിരുന്ന് നോക്കുമ്പോൾ സ്വപ്നമെല്ലാം ഉള്ളിലാണ്. പക്ഷെ സ്വപ്നത്തിൽ സ്വപ്നം കാണുന്നവന്റെ നിലയിൽ നിന്ന് നോക്കിയാലോ അവനുമുണ്ട് ഉള്ളും പുറവും. സ്വപ്നത്തിൽ അവൻ ബാഹ്യമായി വസ്തുക്കളെ കാണുന്നു, ആനയും കുതിരയെല്ലാം കാണുന്നു. അതിനനുസരിച്ച് അവന്റെ ഉള്ളിൽ സുഖവും ദുഃഖവും എല്ലാം ഉണ്ടാകും. അവന്റെ മനസ്സിൽ രാഗദ്വേഷങ്ങൾ ഉണ്ടാകുന്നു. ജാഗ്രതത്തിൽ അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് പോലെയുള്ള എല്ലാ ഭാവങ്ങളും ആന്തരികമായി ഉണ്ടാകുന്നു. അതിന് ആധ്യാത്മിക ഭാവങ്ങൾ എന്ന് പറഞ്ഞു. ജാഗ്രതത്തിൽ പുറമേ കാണുന്നത് പോലെ സർവവും പുറമേയും കാണുന്നു. അതിനെ ബാഹ്യഭാവങ്ങളെന്ന് പറഞ്ഞു. ഇതെല്ലാം അസത്യമാണ്. വൈദഗ്ധ്യം അതെല്ലാം അസത്യമാണ്. വളർന്നു കഴിഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സംശയം പോലുമില്ല. അത് കണ്ടത് അസത്യമാണ്. അവന് മുമ്പ് ജാഗ്രത ഉണ്ടായി, മുമ്പ് തന്നെ സ്വപ്നവും ഉണ്ടായി. പക്ഷെ അവൻ ആ സ്വപ്നത്തെയും ജാഗ്രതയും വേർതിരിച്ച് തന്നെ അറിയുന്നു. അങ്ങനെയാണ് അവൻ വേർതിരിച്ചറിയുന്നത്. മുമ്പ് ജാഗ്രതത്തിൽ കണ്ടതല്ല സത്യം, മുമ്പ് സ്വപ്നത്തിൽ കണ്ടതല്ല അസത്യം. ഇങ്ങനെ വേർതിരിച്ചറിയുന്നു. വിവേകമുള്ളവർ അങ്ങനെ തന്നെ തിരിച്ചറിയുന്നു. സ്വപ്നത്തിൽ സത്യമായിട്ട് ആരും കരുതുന്നില്ല. കഥയന്തി മനീഷിനഃ പ്രമാണകുലശാഹ. ഇക്കാര്യത്തെ യുക്തി കൊണ്ട്
പറയുന്നു പ്രമാണകുശലന്മാർ വൈദഗ്ധ്യ ഹേതുമാ. പ്രമാണം എന്ന് പറയുമ്പോൾ ഇവിടെ മുഖ്യമായിട്ടും അനുമാന പ്രമാണം, പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, ഇതാണ് പ്രധാനമായി വരുന്ന പ്രമാണങ്ങൾ. മറ്റും പ്രമാണങ്ങളുണ്ടെങ്കിലും പ്രത്യക്ഷവും അനുമാനവും ശബ്ദവുമാണ് മുഖ്യം. ഈ മൂന്നെണ്ണമാണ് ഏറ്റവും പ്രധാനമായി വരുന്നത്. ശബ്ദമാണെന്ന് മുമ്പ് പറഞ്ഞത് ആഗമം. പ്രത്യക്ഷം എന്ന് പറയുന്നത് സർവ്വസാധാരണ നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുമാനം എല്ലാവർക്കും സാധ്യമല്ല, പ്രമാണകുശലന്മാർക്കേ സാധ്യമാകും. അവരനുഭവപ്പെടുന്ന കാര്യങ്ങൾ തന്നെ യുക്തിയിലൂടെ കൂടെ ബോധിക്കുന്നു. കാരണം അനുഭവപ്പെടുന്നത് പലപ്പോഴും സത്യമല്ലാതെ വരാം, യുക്തിക്ക് നിരക്കാത്ത അനുഭവങ്ങളും ഉണ്ടാകാം. ഒന്ന് അനുഭവപ്പെടുന്നു, പ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ളതുകൊണ്ടൊന്ന് പരമാർത്ഥമായിരിക്കണമെന്നില്ല. അതുകൊണ്ട് അവർ യുക്തിക്ക് കൂടി ബോധ്യപ്പെടുത്തുന്നു. കാരണം നമ്മൾ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഭ്രാന്തികളെ സത്യമാണെന്ന് തെറ്റിദ്ധരിക്കും. എന്തുകൊണ്ട്? അതെന്റെ അനുഭവമാണെന്ന് പറയും. എന്റെ അനുഭവമായതുകൊണ്ട് എനിക്ക് മറ്റൊരു പ്രമാണത്തിന്റെ ആവശ്യമില്ലെന്ന് ആർക്കും പറയാൻ പാടില്ല. അതിനെ പരിശോധിച്ചു നോക്കണം യുക്തിയിലൂടെ. ഈ അനുഭവം ശരിയായിരുന്നോ? പരിശോധിച്ചു കഴിഞ്ഞാലേ അത് സത്യമാണെന്ന് നിർണയിക്കാൻ പറ്റും. അല്ലാതെ ഒരു കാര്യം പ്രത്യക്ഷമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അതിന് സത്യമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രമാണകുശലന്മാരെന്ത് ചെയ്യുന്നു? അവർ പ്രത്യക്ഷത്തെ, ശ്രുതിയെ, അതുപോലെ തന്നെ അനുമാനത്തെ ആശ്രയിക്കുന്നു, ഊഹാപോഹത്തെ സ്വീകരിക്കുന്നു. അതാണ് യുക്തി എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ അതിന് യുക്തി എന്ന് പറയും, ഇവിടെ അനുമാനം എന്ന് പറയും. അനുമാനം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി വ്യവസ്ഥാപിതമായ രീതിയിലാണ്, ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അതുകൂടി ആവശ്യമാണ് എന്നർത്ഥം. അല്ലെങ്കിൽ ഓരോരുത്തരും അവരവർക്കുണ്ടാകുന്ന അനുഭവത്തെ പിടിച്ചിട്ട് അതാണ് സത്യമെന്ന് പറയും. അത് മറ്റുള്ളവരുടെ അനുഭവത്തിനും മറ്റുള്ളവരുടെ യുക്തിക്കും നിരക്കാതെ വന്നാലും തന്റെ സത്യം ശരിയാണ് എന്ന് വാശി പിടിക്കും. അപ്പോൾ പൊതുവായി എല്ലാവർക്കും സ്വീകാര്യമായ സത്യങ്ങൾക്ക് പൊതുവായി എല്ലാവർക്കും സ്വീകാര്യമായ യുക്തിയുടെ സഹായം കൂടെ വേണം. അതിനുവേണ്ടി ഇവിടെ പറയുന്നു വൈദഗ്ധ്യ ഹേതുമാഹ. അതിന് യുക്തി പറയുന്നു. അന്തസ്ഥാനം അന്തശരീരസ്യ മധ്യേ സ്ഥാനം ഹേഷാം. ഈ പറയുന്ന യുക്തികളെല്ലാം ജാഗ്രത്വം ഇതുപോലെ അസത്യമാണെന്ന് ബോധിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം അതിനെ സ്വപ്നത്തിൽ യോജിപ്പിക്കുന്നു, പിന്നെ അതിനെ ജാഗ്രതത്തിലേക്ക് കൊണ്ടുവരുന്നു. അല്ല, സ്വപ്നം അസത്യമാണെന്ന് ബോധിക്കാൻ വേണ്ടിയല്ല. അന്തശരീരസ്യ മധ്യേ സ്ഥാനം ഹേഷാം. അന്തസ്ഥാനം, സ്വപ്നത്തിലെ എല്ലാ വിഷയങ്ങളും അന്തം എന്ന് വെച്ചാൽ എവിടെയാണ്? ശരീരമധ്യേ, ശരീരത്തിന്റെ ഉള്ളിലാണ് അതിന്റെ സ്ഥാനം. തത്ര ഹി ഭാവ ഉപലഭ്യന്തേ പർവ്വത ഹസ്ത്യാദയോ ന ബഹിശരീരാ പറയുന്നു. സർവവസ്തുക്കളും അവിടെ ഈ ശരീരത്തിനുള്ളിലാണ് അനുഭവപ്പെടുന്നത്. എന്ത്? പർവ്വത ഹസ്ത്യാദയ. ഒരു തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, ജാഗ്രതത്തിലിരുന്നുകൊണ്ട് ചിന്തിച്ചാൽ ഇതെല്ലാം എവിടെ അനുഭവപ്പെട്ട ഉള്ളിൽ എന്ന് വെച്ചാൽ ജാഗ്രതത്തിൽ പർവ്വതവും ഹസ്തിയും എല്ലാം പുറമേ അനുഭവപ്പെടുമ്പോൾ ഈ പുറമെ ഈ കാണുന്ന ദേശത്തല്ല അതെല്ലാം അനുഭവപ്പെട്ടത്, അതിനുള്ളിൽ തന്നെയായി. നമ്മൾ പറയുന്നത് എന്താണ്? ഞാൻ ഉറങ്ങുകയായിരുന്നു, ഈ ഉറക്കത്തിലാണ് ഞാൻ സ്വപ്നം കണ്ടത് എന്ന് പറയുമ്പോൾ ഉണർന്നു കഴിഞ്ഞ് അങ്ങനെ ഒരു അനുഭവം വരുന്നതുകൊണ്ട് മനസ്സിലാക്കുക ഇതെല്ലാം ഉള്ളിൽ തന്നെയാണ്. സ്വപ്നം കാണുന്നവന് ഒരു ഉള്ളും പുറവുമുണ്ട്, അത് വേറെ. ഇവിടെ പറയുന്നത് അതിനെക്കുറിച്ചല്ല. ഉറങ്ങുന്നവന്റെ ഉറങ്ങിയിട്ട് ഉണർന്നവന്റെ അനുഭവത്തെ വെച്ച് പറയുകയാണ്. എന്താണ്? ഉറക്കത്തിലാണ് ഇതൊക്കെ അനുഭവപ്പെട്ടത്, ഇതെല്ലാം എന്റെ ഉള്ളിലായിരുന്നു. ന ബഹിശരീര, ഈ ശരീരത്തിന് പുറമേ അല്ല. തസ്മാത്തെ വിദധ ഭവിതും അർഹന്തി, അതുകൊണ്ട് അതെല്ലാം അസത്യമാണ്. പുറമേ ഞാനൊരു ആനയും കണ്ടില്ല. നനു അപവരകാദി അന്തരുപലഭ്യമാനൈ ഘടാദിഭി അനേകാന്തികോ ഹേതു. ഈ യുക്തിക്കൊരു ദോഷമുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്?
എന്താണോ ഉള്ളിൽ കാണുന്നത് അത് അസത്യമാണ് എന്നാണ്. അപ്പോ അസത്യത്തിന് ഹേതു പറഞ്ഞ എന്താണ്? ഉള്ളിൽ കാണുക, അന്തസ്ഥം ഉള്ളിലിരിക്കുക എന്നുള്ളതാണ്. ഹേതു ദുഷ്ടഹേതുവാണ്, അനേകാന്തികം എന്നൊരു ദോഷം വരും. താർക്കികന്മാർ പറയുന്ന ഒരു ദോഷമാണ്. ഒരു ഹേതു ഒരു സാധ്യത്തെ സാധിക്കുന്നതിന് വേണ്ടി ഒരു ഹേതു ഉപയോഗിക്കുമ്പോൾ ആ ഹേതുവിൽ പല ദോഷങ്ങളും വരാം. ഹേത്വാഭാസങ്ങളെന്ന് പറയുന്നു. അതിലൊന്നാണ് അനേകാന്തികൻ എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ പ്രത്യേകത? ഒരാൾ പറയുന്നു പർവ്വതത്തിൽ അഗ്നിയുണ്ട്. ഹേതു എന്ന് പറയുന്നു അവിടെ പുകയുള്ളതുകൊണ്ട്. പുകയാണ് ഇവിടെ ഹേതുവായിട്ടെടുത്തത്. അവിടെ ദൂരെ നിന്ന് പുക കണ്ട്, തീ കണ്ടില്ല. വനത്തിൽ താഴെയാണ് തീ. പുക കാണുന്നത് മരത്തിന്റെ മുകളിലാണ്. താഴെയൊന്നും കാണാൻ നിവൃത്തിയില്ല. പക്ഷെ പുക കാണുമ്പോൾ അയാൾ ഉറപ്പിക്കുന്നു എന്താണ് അവിടെ തീയുണ്ട്. അപ്പോൾ അയാളുടെ മനസ്സിലൊരു നിയമം വരുന്നു. എന്താണോ അയാളുടെ മനസ്സിലൊരു ധാരണ വരുന്നു, പുകയുള്ളിടത്തെല്ലാം തീയുണ്ട്. അങ്ങ് ഉറയ്ക്കുന്നു. പക്ഷെ തിരിച്ചൊരു ധാരണയാണ് വരുന്നതോ വന്നാലോ അതുകൊണ്ട് തീ ഉള്ളിടത്തെല്ലാം പുകയുണ്ട് എന്ന് വന്നാലോ അത് ശരിയാകത്തില്ല. പുകയുള്ളിടത്തെല്ലാം തീയുണ്ട് എന്ന് വന്നാൽ അത് ശരിയാകും. പക്ഷെ തീ ഉള്ളിടത്തെല്ലാം പുകയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കാണത്തില്ല. കാരണം തീക്കനലിൽ പുക കാണുന്നില്ല. അവിടെ തീ മാത്രമേ ഉള്ളൂ, അവിടെ അഗ്നി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അയാൾ തിരിച്ചു പറയണം എന്താണ്? തീ ഉള്ളിടത്തെല്ലാം പുകയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനേകാന്തിക ദോഷം വരും. കാരണം പുക ഒരു സമയം വരെ കാണുന്നുള്ളൂ. അവസാനം ആ പുക നശിച്ചിട്ട് കേവലം അഗ്നി മാത്രമായി നിൽക്കുന്നതാണ് തീക്കനൽ. അവിടെ പുകയില്ല, ലേശവുമില്ല. അങ്ങനെ തിരിച്ചു പറയുകയാണെങ്കിൽ അവിടെ അനേകാന്തിക ദോഷം വരും. അതുപോലെ ഇവിടെ പറഞ്ഞു എന്താണോ ഉള്ളിലിരിക്കുന്നത് അത് സത്യമാണ്. അങ്ങനെയാണെങ്കിൽ പറയുന്നു മുറിയുടെ ഉള്ളിലിരിക്കുന്നു കുടം, കലം, വസ്തുക്കൾ അതെല്ലാം ഉള്ളിലിരിക്കുന്നുണ്ട് അസത്യമാവും. ആകുന്നില്ലല്ലോ. ഒന്നുകൂടി പറയുന്നത് ഉള്ളിലിരിക്കുന്നുണ്ട് അസത്യമാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇതാണ് തർക്കമെന്ന് പറയുന്നത്. ഒരാളൊരു യുക്തി പറയുന്നു, മറ്റൊരാൾ അതിനെ നിഷേധിക്കാൻ വേറെന്ന് പറയുന്നു, അങ്ങനെ പോകുന്നു. അപവരകാദി, അപവരകം എന്ന് പറയുന്നത് മുറി, റൂം, അതിന്റെ മറ്റും ഉള്ളിലിരിക്കുന്ന അന്തരുപലഭ്യമാനഹി, അതിന്റെ ഉള്ളിലിരിക്കുന്ന ഘടാദിഭി വസ്തുക്കൾ അനേകാന്തിക ഭേദം നിങ്ങളീ പറയുന്ന യുക്തി അവിടെ യോജിക്കുന്നില്ല. അവിടെ ഉള്ളിലിരിക്കുന്നു, പക്ഷെ അത് അസത്യമല്ല. വ്യത്യാസംഖ്യാഹ സമ്പ്രദത്വേന ഹേതുന, വ്യത്യാസമുണ്ട്. എന്താണ്? അന്തഃസമ്പ്രദേ സ്ഥാനാദിത്യർത്ഥ. ഇവിടെ കാണുന്ന വസ്തുവും ഇരിക്കുന്ന സ്ഥാനവുമായിട്ട് പൊരുത്തം വരുന്നില്ല. സ്വപ്നത്തിൽ അങ്ങനെയാണ്. ഇവിടെ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് സ്വപ്നം കണ്ടത്. ഈ ശരീരത്തിലായിരുന്നു. ശരീരത്തിന് പുറത്തൊന്നും പോയിട്ടില്ല, ഉറക്കത്തിലായിരുന്നു. ഇവിടെ ആ സ്ഥാനം എന്താണ്? അന്തഃസംതതമാണ്. എന്ന് വെച്ചാൽ ഈ സ്ഥാനം ആനയ്ക്കോ പർവ്വതത്തിനോ പറ്റിയ സ്ഥാനമല്ല, ഉള്ളിൽ ചുരുങ്ങിയ സ്ഥാനമാണ്. ആണ് പറയുന്നത് നഹി അന്തഃസമ്പ്രദേ ദേഹാന്തർനാഡീഷു പർവ്വതഹസ്യാദീന സംഭവോസ്തി. ഇതിരിക്കേണ്ട സ്ഥാനം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഉള്ളിലാണ്. ശരീരത്തിന്റെ ഉള്ളിലുള്ള ഈ നാഡികളിലും മറ്റും എങ്ങനെ ഈ പർവ്വതത്തെയും ഹസ്തിയെയും മറ്റും കാണാൻ പറ്റും? കാരണം ഈ സ്വപ്നവും മറ്റും കാണുന്ന എവിടെയാണ്? ശരീര അന്തർഭാഗത്തുള്ള നാഡികളിലാണ് ഇത് സംഭവിക്കുന്നത്. ഈ സ്വപ്നവും മറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല പുറമേ അല്ല. അതിസൂക്ഷ്മമായ നാടുകളിലാണ് ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നാഡികൾ എത്രയോ സൂക്ഷ്മമാണ്. അവിടെ പർവ്വതഹസ്തികളെല്ലാം എങ്ങനെ നിലനിൽക്കും? അത് നിലനിൽക്കത്തില്ല. അതുകൊണ്ട് ഉള്ളിൽ എന്ന് മാത്രമല്ല, അത് സമൃദ്ധവുമാണ്. ഇതിനൊന്നും ഇരിക്കാൻ പറ്റിയ ദേശവുമല്ല. നഹി ദേഹേ പർവ്വതോ അസ്തി പറയുന്നു. ദേഹത്തിലെങ്ങനെ പർവ്വതം ഇരിക്കും? അത് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് അന്തഃസമൃദ്ധമായിരിക്കുന്നത് കൊണ്ട് ഉള്ളിലിരിക്കുക, അതിന്റെ സ്ഥാനം സൂക്ഷ്മമായിരിക്കുക. അതുകൊണ്ട് ആ യുക്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അതെല്ലാം
അനുഭവത്തിലുപരിയായി അതെല്ലാം അസത്യമാണ്. അതുകൊണ്ട് സ്വപ്നം സത്യമാണോ എന്നൊരു സംശയം പോലും ആർക്ക് തോന്നാറില്ല. പക്ഷെ ജാഗ്രതയെ സംബന്ധിച്ച തോന്നലുണ്ട്. സ്വപ്നത്തിൽ ആ സത്യത്തിന് അനുകൂലമായി യുക്തികളുണ്ടെങ്കിൽ അത് ജാഗ്രതയിലേക്കും കൊണ്ടുവരാം. യുക്തികൾ അന്തഃസമൃദ്ധത്വം തുടങ്ങിയ ആ ഹേതുക്കൾ ജാഗ്രതയിൽ കൊണ്ടുവന്ന് പരിശോധിക്കുമ്പോൾ യുക്തി കൊണ്ട് ബോധ്യപ്പെടുന്നു സ്വപ്നം പോലെ തന്നെ അത് അസത്യമാണ്. ഇവിടെ ഈ ജാഗ്രത സത്യമാണെന്നൊരു കൂട്ടർ പറയുന്നു, വേറൊരു കൂട്ടർ പറയുന്നു അത് അസത്യമാണ്. അപ്പോൾ അങ്ങനെ രണ്ട് കൂട്ടർക്ക് രണ്ട് തരത്തിലുള്ള അഭിപ്രായം ഒരു കാര്യത്തെക്കുറിച്ചുണ്ടാകുമ്പോൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? യുക്തിപരമായി അതിനെ ബോധ്യപ്പെടുത്തുന്നതിന് രണ്ടു കൂട്ടർക്കും സമ്മതമുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇതിപ്പോ സത്യമാണെന്നുള്ള കാര്യം ഒരു കൂട്ടർ അംഗീകരിക്കുന്നില്ല. അവർക്ക് സമ്മതമായ സ്ഥലമാണ് സ്വപ്നം. സ്വപ്നം സത്യമാണെന്ന് ആരും പറയുന്നില്ല. അവിടെ അവരെ കൊണ്ടുപോയി രണ്ടു കൂട്ടരും അവിടെ ചെല്ലുന്നു. ഇപ്പൊ രണ്ടു കൂട്ടരും ബോധിപ്പിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് രണ്ടു കൂട്ടർക്ക് സ്വീകാര്യമായ യുക്തികൾ എന്തൊക്കെയാണ് അവിടെയുള്ളതെന്ന് കണ്ടുപിടിക്കുന്നു. അന്തസ്ഥം, സമ്മർദ്ദത്വം തുടങ്ങിയ യുക്തികൾ അവിടെയുണ്ട്. അത് സ്വപ്നം ഉള്ളിലാണ്, അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അവിടുത്തെ സ്ഥാനം സൂക്ഷ്മമാണ്, അതിനും അഭിപ്രായ വ്യത്യാസമില്ല. അത് അംഗീകരിച്ചതിന് ശേഷം പിന്നീട് ജാഗ്രതയിലേക്ക് വരുന്നു. എന്നിട്ട് ആ യുക്തികളുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ അനുഭവങ്ങളെ വിലയിരുത്തുന്നു. രണ്ടു കൂട്ടർക്കും ബോധ്യപ്പെടുന്ന ഇത് അസത്യം തന്നെയാണ്, ഇത് സത്യമല്ല. അപ്പോൾ ഉഭയസമ്മതമായ ദൃഷ്ടാന്തത്തിൽ ഹേതുവിനെ സമന്വയിപ്പിച്ചിട്ട് അതിനെ പക്ഷത്തിൽ ആ ദൃഷ്ടാന്തത്തെ സമർത്ഥിക്കുക എന്ന് പറയുന്ന നൈയായികന്മാരുടെ ഒരു രീതിയാണ്. ഇതാണ് ഈ രീതി. ഭാഷ്യത്തിൽ നിരന്തരം ഈ രീതിയിലാണ്, ഭാഷ്യത്തിന്റെ രീതി തന്നെ ഇതാണ്. നിരന്തരം ഈ രീതിയിലാണ് ഭാഷ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. താർക്കികന്മാർ പറയുന്ന രീതിയിൽ പക്ഷം, സാധ്യം, ഹേതു, ദൃഷ്ടാന്തം, ഇത്രയും കാര്യങ്ങളെ അവലംബിച്ചുകൊണ്ടാണ് ഈ ചർച്ച മുഴുവൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഓരോ സ്ഥലത്തും അതിനെ തിരിച്ചറിഞ്ഞ് ഇന്നതാണ് പക്ഷം, ഇന്നത് സാധ്യം, ഇന്നത് ഹേതു, ഇന്നത് ദൃഷ്ടാന്തം, ആ രീതി നമ്മൾ ചർച്ച ചെയ്യാത്തത് കാരണം ആ താർക്കിക ശൈലി നമുക്ക് വശമില്ലാത്തതുകൊണ്ടാണ്. അതാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. ഇവിടെ അത് വ്യക്തമായി പറയുന്നു എന്നുള്ളത്. എവിടെ യുക്തി പ്രയോഗിക്കുന്നു അവിടെ ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. പക്ഷം, സാധ്യം, ഹേതു, ദൃഷ്ടാന്തം, ഇത്രയും കാര്യങ്ങളിലൂടെ അതിനെ സമർത്ഥിക്കുകയാണ്. താർക്കികന്മാർ പറയും പ്രതിജ്ഞ, ഹേതു, ഉദാഹരണം, ഉപനയനം, ദൃഷ്ടാന്തം എന്നിങ്ങനെ അവർ പറയും. അപ്പൊ ആ ഒരു ശൈലിയാണ് ഇവിടെ ഭാഷ്യത്തിൽ മൊത്തം സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആ ശൈലി അതേ രീതിയിൽ പിന്തുടരണമെന്നുണ്ടെങ്കിൽ ഓരോ വാക്യത്തിലെയും പക്ഷം, ഹേതു, സാധ്യം, ഉദാഹരണം ഇതെല്ലാം പരിശോധിച്ച് പോകേണ്ടി വരും. അപ്പോൾ അത് പ്രയാസമായി തീരും. പക്ഷെ ഭാഷ്യത്തിൽ അതാണ് അവലംബിച്ചിരിക്കുന്നത് സർവത്ര. ഇവിടെ അതൊന്ന് വ്യക്തമാക്കിയെന്നേ ഉള്ളൂ. ഇവിടെ ഹേതുവിന് ദോഷമുണ്ട് എന്ന് പറയുമ്പോൾ അതിന് സമാധാനം പറഞ്ഞു. ഹേതുവിലൂടെ ദോഷമൊന്നുമില്ല, സമ്പ്രദത്വം എന്ന് പറയുന്ന ഹേതുവിനെ കൂടെ അതിനോടുകൂടി ചേർക്കുക. അപ്പോൾ അന്തഃസമ്പ്രദയ സ്ഥാന, ഉള്ളിൽ ചുരുങ്ങിയ ഒരു സ്ഥാനം എന്ന് പറയുമ്പോൾ എന്താണ്? അത് മുറിക്കാത്തൊരു വസ്തു ഇരിക്കും പോലെയല്ല. മുറി എന്ന് പറയുന്നത് അവിടെ വളരെ വിശാലമാണ്, അവിടെ ഏത് വസ്തുക്കളും വയ്ക്കാം. മുറി വിശാലമാണ്, അത് സത്യമാണ്, അതിലിരിക്കുന്ന വസ്തുവും സത്യം തന്നെ. ഇവിടെ അതല്ല ദൃഷ്ടാന്തമായി പറയുന്നത്. ഇവിടെ ഉള്ളിൽ, ശരീരത്തിന്റെ ഉള്ളിൽ സൂക്ഷ്മനാഡികളിലാണ്, അവിടെ പ്രവർത്തനമാണ് ഈ സ്വപ്നമായിട്ടും മറ്റും നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ സ്വപ്നം പ്രകടമാകുന്നതിനുള്ള ഉപാധികളാണ് അതല്ല. അവിടെ പർവ്വതവസ്തിയാദികളൊന്നും നിലനിൽക്കുന്നതിന് സാധ്യതയില്ല എന്നത് മനസ്സിലാക്കിയാൽ പിന്നീട് അത് ജാഗ്രതയിലേക്ക് കൊണ്ടുവരും.
അതുകൊണ്ട് എന്താണ്, സർവവസ്തുക്കളിലും സ്വപ്നത്തിൽ അനുഭവപ്പെടുന്നവ അസത്യങ്ങളാണ്. അത് അസത്യമാകുന്നത് അനുഭവം മാത്രമല്ല, അതിന് ഹേതുവുണ്ട്. ഒന്ന്, അത് ഉള്ളിലാണ് അനുഭവപ്പെടുന്നത്. മറ്റൊന്ന്, ആ വസ്തുക്കൾ കാണുന്നതിനുള്ള സ്ഥലം അവിടെയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. വൈദഗ്ധ്യം സർവഭാവാനാം സ്വപ്ന ആഹൃമനീഷിണഃ അന്തഃസ്ഥാനാത്തു ഭാവാനാം സംവൃതത്വേന ഹേതുനാ. അദീർഘത്വാച്ച കാലസ്യ ഗത്വാ ദേശം ന പശ്യതി പ്രതിബുദ്ധശ്ച വൈ സർവഃ തസ്മിൻ ദേശേന വിദ്യത്തെ. വീണ്ടും സ്വപ്നാനുഭവത്തിന് യുക്തികൾ വീണ്ടും പറയുകയാണ്. സ്വപ്നദൃശ്യാനാം ഭാവാനാം അന്തഃസംവൃതസ്ഥാനം ഇത്യേതത് അസിദ്ധം. ഇവിടെ പൂർവപക്ഷമാണ് ആദ്യം പറയുന്നത്. സിദ്ധാന്തത്തിലേക്ക്, ശ്ലോകത്തിൽ സിദ്ധാന്തമാണ് പറയുന്നത്. സ്വപ്നദൃശ്യങ്ങൾ അത് ഉള്ളിലാണ്, അതിന്റെ സ്ഥാനം സൂക്ഷ്മമാണെന്ന് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? യസ്മാത് പ്രാച്യേഷ സുപ്തഃ ഉദക്ഷ സ്വപ്നാൻ പശ്യന്നിവ ദൃശ്യതേ. ഒരുവൻ ഉറങ്ങിയത് കിഴക്ക് ബംഗാളിലാണ്. അവൻ ഉണർന്ന് രാത്രി അവൻ സ്വപ്നം കാണുന്ന എവിടെയാണ്? മദ്രാസിലാണ്. അങ്ങനെ വരാവുന്നത്. പ്രാച്യേഷ സുപ്തഃ കിഴക്ക് ഉറങ്ങിയവൻ ഉദക്ഷു തെക്ക് സ്വപ്നാൻ പശ്യന്നിവ ദൃശ്യതേ. അവിടെ നിന്നാണ് സ്വപ്നം കാണുന്നത്. അവൻ കിടന്ന സ്ഥലത്തല്ല അവൻ സ്വപ്നം കാണുന്നു. ദേശം മാറിപ്പോയല്ലോ. ഇത്യേതത് ആശങ്കാഹ. അതിന് സമാനം പറയുന്നു. ദേഹാത് ബഹിർദേഹാന്തരം ഗത്വാ സ്വപ്നാൻ പശ്യതി. നമ്മൾ എവിടെയാണോ കിടന്നുറങ്ങിയത് ആ സ്ഥലത്ത് നിന്നല്ല സ്വപ്നം കാണും. സ്വപ്നം കാണുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്താണ്. സാധാരണ അനുഭവമാണ്. അത് ശരി. പക്ഷേ വാസ്തവം എന്താണ്? ദേഹത്തിൽ നിന്നും പുറത്തിറങ്ങി വേറൊരു ദേശത്ത് പോയി ആരും സ്വപ്നം കാണാറില്ലല്ലോ. അങ്ങനെ സ്വപ്നം സംഭവിക്കാറില്ല. സ്വപ്നം ഉള്ളിൽ തന്നെയാണ് നടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ ഹിമാലയത്തിൽ പോയി. അതൊന്നും സംഭവിക്കുന്നില്ല. ദേശാന്തരത്ത് പോകുന്നില്ല സ്വപ്നത്തിൽ. യസ്മാത് സുപ്തമാത്രേവ ദേഹദേശാത് യോജന ശതാന്തരിതേ മാസമാത്രപ്രാപ്യേ ദേശേ സ്വപ്നാൻ പശ്യന്നിവ ദൃശ്യതേ പറയുന്നു. ഗുരുവിന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്താണ് അനുഭവപ്പെടുന്നത്? ദേഹദേശാത് യോജന ശതാന്തരിതേ. താൻ കിടന്നിടത്ത് നിന്നും 100 യോജന ദൂരെയാണ്. യോജന എന്ന് പറയുന്ന കിലോമീറ്റർ പോലെ പഴയകാലത്ത് പറഞ്ഞിരുന്ന ഒരളവാണ്. 100 യോജന അകലെയുള്ള 100 യോജന എന്ന് പറയുന്നത് എന്താണ്? മാസം മാത്രപ്രാപ്തി. ഒരു മാസം കൊണ്ട് എത്തിച്ചേരാവുന്ന സ്ഥലം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയി സ്വപ്നാൻ പശ്യന്യോ ദൃശ്യത. അങ്ങനെ ഒരു സ്ഥലത്ത് പോയി സ്വപ്ന ദൃശ്യങ്ങളെ അവിടെ കാണുന്നു. പണ്ട് താൻ പോയിട്ടുള്ള ദൂരെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് അവിടുത്തെ കാഴ്ചകൾ കാണുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. എന്നുവെച്ചാൽ തദ്ദേശപ്രാപ്തേ ആഗമനസ്ഥിത ദീർഘകാലോസ്തി. പെട്ടെന്ന് ഉണരുകയും ചെയ്യുന്നു. അപ്പോൾ ആ ദേശത്ത് പോയി അവിടെ നിന്ന് കണ്ടിട്ട് തിരിച്ചു വരുന്നതിനുള്ള സമയം അവിടെ ഇല്ലല്ലോ. നിമിഷം കൊണ്ടുറങ്ങി, നിമിഷം കൊണ്ട് സ്വപ്നം കണ്ടു, നിമിഷം കൊണ്ട് ഉണരുകയും ചെയ്തു. അതോ അദീർഘത്വാച്ച കാലസ്യ. കാലത്തിനവിടെ ദൈർഘ്യമില്ല സ്വപ്നത്തിൽ. സ്വപ്ന ദീർഘദേശാന്തരം കഴിച്ചത്. അതുകൊണ്ട് സ്വപ്നം കാണുന്നവന് ഒരിക്കലും ഈ ശരീരത്തിൽ നിന്ന് പുറത്തുപോയി കാണുന്നില്ല. ചിലരെങ്കിലും അബദ്ധമായിട്ടെങ്കിലും ചിലപ്പോൾ പറയാറുണ്ട്, എന്താണ് സ്വപ്നത്തിൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി എന്ന്. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇതെല്ലാം ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നത്. കിഞ്ച മാത്രമല്ല പ്രതിബുദ്ധശ്ച വൈ സർവ സ്വപ്നദർശന ദേശേ ന വിദ്യതേ. ഇനി അങ്ങനെ പോയിരുന്നെങ്കിൽ അബദ്ധത്തിൽ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ ഉണരുന്നതെങ്കിൽ അവിടെ തന്നെ നിൽക്കേണ്ടായിരുന്നു. അത് കാണുന്നില്ലല്ലോ. അതെന്ന് പറയുന്നു സ്വപ്നത്തെ കാണുന്നവൻ സ്വപ്നദർശന ദേശേന വിദ്യത. സ്വപ്നം കണ്ട ആ സ്ഥലത്ത് ഉണരുമ്പോൾ നിൽക്കുന്നതുമില്ല. താൻ എവിടെയാണോ കിടന്നുറങ്ങിയത് അവിടെയാണ് ഉണരുന്നത്.
യദീച്ച സ്വപ്നെ ദേശാന്തരം ഗച്ഛേത് യസ്മിൻ ദേശേ സ്വപ്നാൻ പശ്യേത് തത്രയോ പ്രതിബുദ്ധ്യത. സ്വപ്നത്തിൽ ഒരാൾ ഈ ശരീരം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഉണരുമ്പോൾ അവിടെ തന്നെ നിന്നനെ അതും കാണുന്നില്ല. എന്ന ചെയ്തദസ്തി അത് സംഭവിക്കുന്നില്ല. രാത്രോ സുപ്തോ അഹനീവ ഭവാൻ പശ്യതി. എന്താണ് ഉറങ്ങിയത്? രാത്രിയിലാണ്, പകലല്ല ഉറങ്ങിയത്. പക്ഷേ സ്വപ്നം കാണുന്നത് എന്താണ്? പകലായിട്ടാണ്. പകല് കാണുന്നത് പോലെ എല്ലാം കാണുന്നു. സ്വപ്നത്തിൽ അവന് പകലാണ്, ഉറങ്ങിയത് രാത്രിയിൽ. ബഹുഭീ സംഗതോ, പിന്നെ വളരെ പരിചയക്കാരവിടെ കാണുന്നു. അടുത്തില്ലാത്ത, ഉറങ്ങിയപ്പോൾ അടുത്തില്ലാതിരുന്ന ഒരുപാട് പേരെ കാണുന്നു. ഏശ സംഗതോ ഭൂതി തേര് ഗൃഹീയത. ഉണർന്നു കഴിഞ്ഞാൽ ആ കണ്ടവരെല്ലാം നമ്മളെ കാണുമ്പോൾ ഇന്ന സ്ഥലത്ത് നമ്മളെല്ലാം ഒരുമിച്ച് കണ്ടതാണല്ലോ എന്നിങ്ങനെ തിരിച്ചറിയുന്നില്ല. എന്നുവെച്ചാൽ ഗ്രഹീതയെ അറിയുന്നില്ല. സ്വപ്നത്തിൽ പലരെയും കണ്ടു, കാണാതിരുന്ന പലരെയും കണ്ടു. ഉണർന്നതിന് ശേഷം അവരോട് ചോദിച്ചാൽ നമ്മൾ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ ആരും കണ്ടതായി പറയുന്നില്ലല്ലോ. ഗ്രഹീതശ്ചേതം അദ്യ തത്ര ഉപലബ്ധവന്തോ വൈമിതിബ്രൂഹു. അങ്ങനെ നമ്മൾ കണ്ടിരുന്നെങ്കിൽ പറഞ്ഞാൽ എന്താണ്? ഉണർന്നതിന് ശേഷം പറഞ്ഞാൽ ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് തന്നെ കണ്ടിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്നില്ല. സ്വപ്നത്തിൽ കണ്ടത് ജാഗ്രതയിൽ വന്നതിന് ശേഷം സ്വപ്നത്തിൽ നിന്നെ ഇന്ന സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ടിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം മറ്റേയാൾ കണ്ടില്ല, നമ്മളെ കണ്ടുള്ളൂ. അയാൾ പറയുന്നു, നമ്മൾ കണ്ടയാൾ പറയുന്നു ഞാൻ കണ്ടില്ലല്ലോ, അപ്പോൾ അത് സ്വപ്നമായിരുന്നു. ചിലപ്പോൾ സ്വപ്നം വളരെ ശക്തമായി വന്നു കഴിഞ്ഞാൽ അത് ജാഗ്രത പോലെയൊക്കെ തന്നെ തോന്നും, ജാഗ്രതയിൽ സംഭവിച്ചതുപോലെയൊക്കെ തോന്നും. എന്നാലും സ്വപ്നം തന്നെ. ഒരിക്കലും സ്വപ്നത്തിൽ കണ്ട ആളിനെ ജാഗ്രതയിൽ നമുക്ക് കണ്ടുമുട്ടിയിട്ട് സ്വപ്നാനുഭവങ്ങളെ പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. അതുകൊണ്ട് ആ കാലദേശങ്ങളുടെ വ്യത്യാസമുണ്ട്. എന്നുവെച്ചത് തസ്മാന ദേശാന്തരം ഗച്ഛതി സ്വപ്നെ. സ്വപ്നത്തിൽ എന്താണ്? ദേശാന്തര ഗമനമില്ല. കാലത്തിനും ദേശത്തിനും സ്വപ്നത്തിനും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സ്വപ്നം അനുഭവത്തിൽ എങ്ങനെയാണോ അസത്യമായിരിക്കുന്നത്, യുക്തിയിലൂടെ ചിന്തിച്ചാലും അത് അസത്യം തന്നെ എന്നാ പറയുന്നത്. അദീർഘത്വച്ച കാലസ്യ യത്വാദേശാന്ന പശ്യതി പ്രതിബുദ്ധശ്ച വൈ സർവ തസ്മിൻ ദേശേന വിദ്യതേ അഭാവസ്തരധാദീനാം ശ്രീതേ ന്യായപൂർവകം വൈദഗ്ധ്യം തേന വൈ പ്രാപ്തം വൈദഗ്ധ്യം തേന വൈ പ്രാപ്തം സ്വപ്ന ആഹു പ്രകാശിതം. ഇതശ്ച സ്വപ്നദൃശ്യ ഭാവാവിദധാഹ. ഇനി പറയുന്ന വ്യക്തി കൊണ്ടും സ്വപ്നത്തിലെ ദൃശ്യങ്ങളെല്ലാം അത് അസത്യമാണ്. യഥാ അഭാവസ്യവ രഥാദീനാം സ്വപ്നദൃശ്യാനാം ശ്രീയതേ ന്യായപൂർവകം യുക്തിതഃ ശ്രുതൗ ന തത്ര രഥ ഇത്യത്ര. ശ്രുതിയിലും ഈ കാര്യം തന്നെ പറയുന്നു. ന തത്ര രഥ രഥയോഗ ന പന്ഥാനഃ എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഒരു ഉദാഹരണത്തിൽ ജനകയാജ്ഞവൽക്യ സംവാദത്തിൽ സ്വപ്നത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്തിൽ അവിടെ ഈ കാര്യങ്ങളെല്ലാം യുക്തി കൊണ്ട് പറയുന്നുണ്ട്. അവിടെ രഥം ഉണ്ടായിരുന്നില്ല, കുതിരകൾ ഉണ്ടായിരുന്നില്ല, വഴി ഉണ്ടായിരുന്നില്ല, പിന്നെയോ അതെല്ലാം അവിടെ സൃഷ്ടിച്ചതാണ്, സ്വപ്നദ്രഷ്ടാവ് അതിനെയൊക്കെ സൃഷ്ടിച്ചതാണെന്ന് അവിടെ പറയുന്നുണ്ട്. അത് യുക്തിപൂർവം അവിടെ പറയുന്നുണ്ട്, ശ്രുതിയിലും അത് പറയുന്നുണ്ട് എന്നർത്ഥം. തേന അന്തസ്ഥാന സമൃദ്ധത്വാദി ഹേതുന പ്രാപ്തം വൈദഗ്ധ്യം. അതുകൊണ്ട് അന്തസ്ഥാനം സമൃദ്ധത്വം തുടങ്ങിയ ഹേതുക്കൾ ഉപയോഗിച്ച് അത് അസത്യമാണെന്ന് സമർത്ഥിച്ചു. തദനുവാദിന്യാശ്രുത്യ, അതിനെ തന്നെ ശ്രുതിയും പറയുന്നുണ്ട്. സ്വപ്നെ സ്വയം ജ്യോതിഷ്ഠ പ്രതിപാദനപരയ പ്രകാശനം ആഹു ബ്രഹ്മവിദ.
സ്വപ്നത്തെ ശ്രുതി ഇത്രയും ചർച്ച ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സ്വപ്നത്തിൽ പ്രകാശിക്കുന്നു. ജാഗ്രതത്തിൽ നമ്മൾ കാണുന്നു, ഈ കണ്ണിന്റെ സഹായം കൊണ്ട് കാണുന്നു, ബാഹ്യമായ ഈ സൂര്യന്റെ സഹായം കൊണ്ട് കാണുന്നു. അപ്പോൾ ഇവിടെ പരസ്പരം അപേക്ഷിച്ചാണ് കാഴ്ച. കണ്ണുണ്ട്, സൂര്യനുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നില്ല. സൂര്യനുണ്ട്, കണ്ണുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നില്ല. കണ്ണില്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല. ഈ തരത്തിലുള്ള പരസ്പര അപേക്ഷയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കും, എന്താണ് ഇവിടെ കാണുന്നതിന് നമ്മുടെ മനസ്സ് വേണം, കണ്ണ് വേണം, സൂര്യൻ വേണം. ഇതിനെല്ലാം കൂടെ ചേർന്നേ കാഴ്ച സംഭവിക്കത്തുള്ളൂ. ഇത് പരസ്പര സാപേക്ഷമായിട്ടാണ് അനുഭവങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കണ്ണിനെ സംബന്ധിച്ചായാലും ചെവിയെ സംബന്ധിച്ചായാലും ഏത് ഇന്ദ്രിയങ്ങളിലൂടെ ആയാലും ശരി, സാപേക്ഷമായ അറിവാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ സാപേക്ഷമായ ഈ അറിവ് ഉണ്ടാകുന്നവൻ എങ്ങനെ നിരപേക്ഷമാകും? അവൻ ഇതിനെല്ലാം അപേക്ഷിക്കുന്നുണ്ടല്ലോ. ഉള്ളിലിരുന്ന് ഇതിനെയൊക്കെ കാണുന്ന ഒരു ആത്മാവിനെ കുറിച്ച് പറയുന്നു. ഈ ആത്മാവ് അനേക ഉപകരണങ്ങളെ അല്ലെങ്കിൽ ബാഹ്യമായ ഭൗതികമായ പല ഉപായങ്ങളെയും ആശ്രയിച്ചിട്ടാണ് എല്ലാത്തിനെയും അറിയുന്നതെങ്കിൽ അവനെങ്ങനെ പൂർണ്ണനാകും? പൂർണ്ണനാണെങ്കിൽ ഇതിനെല്ലാം ആശ്രയിക്കാതെ അറിയണമല്ലോ. ഇതൊരു തർക്കമാണ്. അതുകൊണ്ട് ഈ ഉള്ളിലിരുന്ന് ഈ അനുഭവം ഉണ്ടാക്കുന്നത് ഈ ബാഹ്യമായി കാണുന്നത് പോലെ തന്നെ സാപേക്ഷമായൊരു വസ്തുവാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എന്താണ് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനമാണ്. ആ തലച്ചോറിലെ രാസവസ്തുക്കളുടെ പ്രവർത്തനം കൊണ്ട് നമ്മളിൽ ബോധമുണ്ടാകുന്നു. ആ ബോധം പലതിനെയും ആശ്രയിക്കുന്നു. ശരീരത്തിൽ തന്നെയുള്ള കർണങ്ങളെ ആശ്രയിക്കുന്നു, ബാഹ്യമായ വസ്തുക്കളെ ആശ്രയിക്കുന്നു. എന്നിട്ട് നാനാതരത്തിലുള്ള അറിവുകളെ ഉണ്ടാക്കുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തു അതിന്റെ ആവശ്യമേ ഇല്ല. ബോധമുണ്ടാകുന്നതിന് തലച്ചോറും അവിടുത്തെ രാസപ്രവർത്തനവും ഒക്കെ മതി. ഇതേ തരത്തിൽ ആണ് ചർവാകനും ഭൗതികവാദികളും എല്ലാം ചിന്തിക്കുന്നത്. ഇതേ തരത്തിലുള്ള ഒരു ചർച്ച ശ്രുതിയിലും വരുന്നുണ്ട്. ഇവിടെ എന്തിനാ ഒരു ആത്മാവിന്റെ ആവശ്യം തോന്നുന്നു? ഈ ബോധത്തെ തുടർന്ന് വരുന്ന ഈ പ്രവർത്തനങ്ങൾക്കുമെല്ലാം നമ്മുടെ തലച്ചോറ് മതി, ആത്മാവിന്റെ ആവശ്യമില്ല. അപ്പൊ അതിനാണ് അവിടെ സമാധാനം പറയുന്നത്. എന്താണ്? ജാഗ്രതത്തിൽ ഇതൊക്കെ ശരിയാണ്. ജാഗ്രതത്തിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് കൊണ്ടാണ്. പക്ഷെ സുഷുപ്തിയിൽ സൂര്യനില്ല, കർണങ്ങളൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല, ഒന്നിനെക്കുറിച്ചും നമുക്ക് ബോധമില്ല. പക്ഷെ അവിടെയും എന്താണ്? രഥവും കുതിരയും വഴിയും എല്ലാം പ്രകാശിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം അവിടെ എവിടെ നിന്ന് വന്നു? ഇതിനെയൊക്കെ ആരാണ് പ്രകാശിപ്പിക്കുന്നത്? ഇതെല്ലാം വിലയിച്ചിരുന്നപ്പോൾ, ഇതൊന്നും പ്രവർത്തിക്കാതിരുന്നപ്പോൾ, ബാഹ്യമായ ഒരു ഉപായങ്ങളെ ആശ്രയിക്കാതിരുന്നപ്പോൾ ഇതിനവിടെ ആരാണ് പ്രകാശിപ്പിച്ചത്? സ്വപ്നത്തെ ആരാണ് പ്രകാശിപ്പിച്ചത്? അവിടെ സ്വപ്നം കാണുന്നവൻ, സ്വപ്നദൃഷ്ടാവ്, അവൻ സ്വയം ജ്യോതിസാണ്. അതിനോട് പറയുന്നത് സ്വയം ജ്യോതിഷ്ഠ പ്രതിപാദനം. അപ്പോൾ സ്വയം ഒരു ജ്യോതിസ് തന്നെ അവിടെ ദ്രഷ്ടാവായും ദൃശ്യമായും തിരിഞ്ഞതിനെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഈ പറയുന്ന ബാഹ്യമായ ഒന്നിനെ അവിടെ ആശ്രയിക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ സൂര്യൻ അവിടെയില്ല, ഇവിടുത്തെ കർണങ്ങൾ അവിടെയില്ല, ഇവിടുത്തെ മനസ്സ് അവിടെയില്ല, ഒന്നുമില്ല. അപ്പോ തന്റെ ഉള്ളിൽ ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നതിന്, ഇതിനെല്ലാം ഉണ്ടാക്കി പ്രകാശിപ്പിക്കുന്നതിന് ശേഷിയുള്ള ഒരുത്തനുണ്ട്. അവനാണ് ആത്മാവ്. അവൻ സ്വയം പ്രകാശിക്കുന്നവനാണ്. അവന് ബാഹ്യമായി ഇതൊന്നും ഇല്ലാതെ തന്നെ ഇതിനെല്ലാം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ആത്മാവിന്റെ സ്വയം ജ്യോതിഷ്ഠം, സ്വയം പ്രകാശം എന്ന് വെച്ചാൽ അത് നിരപേക്ഷമായി നിലനിൽക്കുന്നതാണ്. സാപേക്ഷമായി പ്രവർത്തിച്ച് അറിവുണ്ടാക്കുന്നു എന്നല്ല. ഒന്നിന്റെയും സഹായം കൂടാതെ തന്നെ അറിവുണ്ടാക്കാൻ പറ്റും എന്നവിടെ പറയുന്നു. അവിടെ ബാഹ്യമായ ഒന്നിനെയും ആശ്രയിച്ചിട്ടല്ല അവിടെ അറിവുണ്ടാക്കിയത്. അപ്പൊ അറിവുണ്ടാകുന്നതിന് ബാഹ്യമായ പലതിനെയും ആശ്രയിക്കണം എന്ന് പറയുന്നത് ഈ ജാഗ്രതത്തിലേ ഉള്ളൂ. ജാഗ്രതത്തിൽ ശരിയാണ്, പലതിനെയും ആശ്രയിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ സ്വപ്നത്തിൽ ഇതൊന്നും ഇല്ലാതിരിക്കെ തന്നെ ഇതിന്റെ എല്ലാ അനുഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ സ്വപ്നദൃഷ്ടാവ് നിരപേക്ഷനാണ്,
സ്വയം പ്രകാശിക്കുന്നവനാണ് എന്ന് ചർച്ച ചെയ്ത് അവിടെ സമർത്ഥിക്കുന്നുണ്ട്. ആ സ്വപ്നത്തിലൂടെയാണ് ആത്മാവ് സ്വയം പ്രകാശിക്കുന്നവനാണ്, സർവത്തിനും അവൻ സക്ഷമനാണ്, അവന് ബാഹ്യമായ ഒരു ഉപായങ്ങളെയും കരണങ്ങളെയും ആശ്രയിക്കാതെ തന്നെ പ്രകാശിക്കാൻ കഴിയും എന്നവിടെ പറയുന്നുണ്ട്. കാരണം ഈ ജാഗ്രതയിലുള്ള എല്ലാം അവിടെയും ഉണ്ടല്ലോ, ഒരു വ്യത്യാസമില്ലാതെ അവിടെയുണ്ട്. അപ്പോൾ അവിടെ ഏതിനെ ആശ്രയിച്ചിട്ടാണ്, ഏത് സൂര്യനെ ആശ്രയിച്ചിട്ടാണ് അവൻ ഇതിനെല്ലാം കണ്ടത്? അവിടെ എന്തായാലും ഈ സൂര്യൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെല്ലാം സൃഷ്ടിക്കാനും കാണാനും കഴിവുള്ള ഒരുവൻ, അവനാണ് ഈ ജാഗ്രതത്തിലും ഇതിനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നു സ്വപ്നം കണ്ടവൻ തന്നെയാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ പ്രകാശിക്കുന്നവൻ നിരപേക്ഷമായി പ്രകാശിക്കുന്നു എന്നവിടെ സമർത്ഥിച്ചു. ബ്രഹ്മവിദ, ആത്മതത്വത്തെ അറിയുന്നവർ അക്കാര്യത്തെ യുക്തിയിലൂടെ തന്നെ ചർച്ച ചെയ്ത് സമർത്ഥിക്കുന്നുണ്ട്. ആ പ്രകടനത്തിൽ പറയുന്നുണ്ട് എന്താണ് ഈ സ്വപ്നത്തിൽ കാണുന്നത്. ശ്രുതിയും പറയുന്നുണ്ട് അതൊന്നും പരമാർത്ഥമല്ല. അപ്പോൾ ഒന്ന് സ്വാനുഭവം, അത് പ്രധാനം. രണ്ടാമത് യുക്തി, മൂന്നാമത് ശ്രുതി. ശ്രുതി ഒന്നുകൂടി ചെയ്യുന്നു എന്താണ്, സ്വപ്നത്തിൽ കാണുന്നതെല്ലാം അസത്യമാണ്, പക്ഷേ സ്വപ്നം കാണുന്നവൻ പരമാർത്ഥ സത്യമാണെന്നുകൂടി പറയുന്നുണ്ട്. ശ്രുതിയുടെ താല്പര്യം ഒരിക്കലും എന്ത് മിഥ്യയാണെന്ന് ബോധിപ്പിക്കുകയല്ല, മറിച്ച് എന്ത് സത്യമാണെന്ന് ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് അക്കാര്യം ഇവിടെ പറഞ്ഞു. അഭാവശ്ചരധാദീനാം ശ്രൂയത്തെ ന്യായപൂർവകം വൈദഗ്ധ്യം തേന വൈ പ്രാപ്തം സ്വപ്ന ആഹു പ്രകാശിതം അന്തസ്ഥാനാത്തു ഭേദാനാം തസ്മാത് ജാഗരിതേ സ്മൃതം യഥാ തത്ര തഥാ സ്വപ്നേ സമൃദ്ധത്വേന ഭിദ്യതേ. ഇവിടെയും വീണ്ടും യുക്തിയിലൂടെ അതിനെ സമർത്ഥിക്കുകയാണ്. ജാഗ്രത ദൃശ്യാനാം ഭാവാനാം വൈധത്യമിതി പ്രതിജ്ഞ. ഇനി ജാഗ്രതയിലേക്ക് വരികയാണ്. സ്വപ്നത്തിൽ നമുക്ക് അനുഭവം കൊണ്ടും ശ്രുതി കൊണ്ടും യുക്തി കൊണ്ടും ബോധ്യപ്പെട്ടതിനെ ജാഗ്രതയിൽ കൊണ്ടുവരുന്നു. ജാഗ്രത ദൃശ്യാനാം ഭാവാനാം വൈധത്യം. ജാഗ്രതത്തിൽ കാണുന്ന ഈ ഭാവങ്ങൾ അസത്യമാണ്. ഇതെന്താണ് പ്രതിജ്ഞ? നൈയായികന്മാരുടെ രീതി അവലംബിച്ച് പറയുകയാണ്. ഇതാണ് ഇവിടെ സമർത്ഥിക്കേണ്ടത്. ദൃശ്യത്വാദിതി ഹേതു. ദൃശ്യത്വമാണ് ഇവിടുത്തെ ഹേതു. സ്വപ്നദൃശ്യ ഭാവവതി ദൃഷ്ടാന്ത. സ്വപ്നദൃശ്യഭാവത്തെ പോലെ ദൃഷ്ടാന്തം ഇതാണ്. അപ്പോൾ പ്രധാനമായി വരുന്ന മൂന്ന് കാര്യങ്ങൾ: പ്രതിജ്ഞ, ഹേതു, ദൃഷ്ടാന്തം. അനുമാനത്തിൽ ഇത് മൂന്ന് കാര്യങ്ങളും ആവശ്യമാണ്. യുക്തിക്ക് ഇന്നതാണ് താൻ സമർത്ഥിക്കാൻ പോകുന്നതെന്ന് പറയുക, അത് പ്രതിജ്ഞയായി. അതിനുള്ള യുക്തി, ഹേതു അത് പറയുക. പിന്നെ ദൃഷ്ടാന്തം, അത് എവിടെ ഇത് സംഭവിക്കുന്നു, രണ്ടു കൂട്ടർക്ക് സമ്മതമായ ഒരു സ്ഥാനം അത് പറയുക. സ്വപ്ന ദൃശ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും സമ്മതമാണ്, അസത്യമാണെന്നുള്ളത്. അതിന് ഹേതു എന്താണ്? ദൃശ്യത്വ. സ്വപ്നം ദൃശ്യമാണ്, അതുകൊണ്ട് തന്നെ അത് അസത്താണ് എന്നാണ്. സ്വപ്നം നമുക്ക് അനുഭവപ്പെടുന്നു, അതുകൊണ്ട് തന്നെ അത് അസത്താണ്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? എന്താണോ അനുഭവ വിഷയമായിരിക്കുന്നത് അത് അസത്താണ്. യഥാ തത്ര സ്വപ്നെ ദൃശ്യാനാം ഭാവാനാം വൈദഗ്ധ്യം തഥാ ജാഗരിതേ അപി ദൃശ്യത്വം അവിശിഷ്ടമിതി ഹേതുപനയഃ. സ്വപ്നത്തിൽ ദൃശ്യമായ വസ്തുക്കളെല്ലാം അസത്യമാണ്. സ്വപ്നെ ദൃശ്യാനാം ഭാവാനാം വൈദഗ്ധ്യം. സ്വപ്നത്തിൽ ദൃശ്യമായ വസ്തുക്കളെല്ലാം അസത്യമാണ്. തഥാ ജാഗ്രതേവി. അത് തന്നെ ജാഗ്രതത്തിലും. എന്തുകൊണ്ട്? ജാഗ്രതത്തിലും വസ്തുക്കൾ ദൃശ്യമാണ്. ദൃശ്യത്വം അവശിഷ്ടമിതി ഹേതുപനയഃ. അവിടെ ഹേതു ഉപനയം എന്ന് പറഞ്ഞല്ലോ, അത് നൈയായികന്മാരുടെ രീതിയാണ്. പ്രതിജ്ഞ, ഹേതു, ഉദാഹരണം, ഉപനയം. ഉപനയം എന്ന് പറയുന്നത് എന്താണ്? ആ ഹേതു പക്ഷത്തിലുണ്ടെന്ന് പറയുക, അതിനാണ് ഉപനയം എന്ന് പറയുന്നത്.
ഇവിടെ ജാഗ്രത്തിൽ ദൃശ്യത്വം എന്ന് പറയുന്ന ഹേതുണ്ട്. അതുകൊണ്ട് ജാഗ്രത്തിൽ സാധ്യമായ മിഥ്യാത്വമുണ്ട് എന്ന് പറയുകയാണ്. സ്വപ്നം എന്ന് പറയുന്ന ഒരു പക്ഷം, തർക്കത്തിന്റെ രീതിയാണ്. സ്വപ്നം പക്ഷമാണ്. അവിടെ അസത്യത്വം എന്ന് പറയുന്ന സാധ്യമുണ്ട്. അതിന് ഹേതു പറഞ്ഞു ദൃശ്യത്വം. അത് നമ്മുടെ ദൃഷ്ടാന്തവും. ദൃഷ്ടാന്തത്തിൽ സാധ്യവും ഹേതുവും ഉണ്ടായിരിക്കണം. അത് തന്നെ ഇവിടെ ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ജാഗ്രത പക്ഷം, അവിടെ സാധ്യം പറയുന്നു അസത്യത്വം, അതിന് ഹേതു പറയുന്നു എന്താണ് ദൃശ്യത്വം. അപ്പൊ ജാഗ്രതാകുന്ന പക്ഷത്തിൽ ഹേതു ഇരുന്നു കഴിഞ്ഞാൽ അനുമാനം ശരിയായി. അവിടെ സാധ്യം ഉണ്ടായിരിക്കും, അസത്യത്വം ഉണ്ടായിരിക്കും. അതാണ് പർവ്വതത്തിൽ അഗ്നിയുണ്ട്, ധൂമമുള്ളത് കൊണ്ട്. ഞാൻ ഉദാഹരണം പറയുന്നു, അടുക്കള പോലെ. അടുക്കളയിൽ രണ്ടുമുണ്ട്, അവിടെ അഗ്നിയുണ്ട്, ധൂമമുണ്ട്. അപ്പോൾ ധൂമം എന്ന് പറയുന്ന അവിടെ ഹേതു, അഗ്നി എന്ന് പറയുന്നത് സാധ്യം. പർവ്വതത്തിൽ ധൂമത്തെ കാണുന്നു, അവിടെ സാധ്യമായ അഗ്നിയുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സർവസമ്മതമായ ഉദാഹരണം പറയുന്ന അടുക്കളയിൽ അവിടെ ധൂമമുണ്ട്, അവിടെ അഗ്നിയുമുണ്ട്. ഈ രീതിയിൽ ദൃഷ്ടാന്തത്തിൽ ഹേതു സാധ്യങ്ങളെ സമന്വയിപ്പിച്ചു കഴിഞ്ഞാൽ സാധ്യത്തിലും പക്ഷത്തിലും അവിടെയും സാധ്യമുണ്ടെന്ന് അംഗീകരിക്കേണ്ടി വരും. അത് ന്യായം പഠിക്കുമ്പോൾ അവിടെ അത് വ്യക്തമാകും. ഇവിടെ ഇത്രയും മനസ്സിലാക്കാൻ എന്താണ്, ഇവിടെ പക്ഷം എന്ന് പറയുന്ന ജാഗ്രത, ആ ജാഗ്രതത്തിൽ അസത്യത്വമാണെന്ന് സമർത്ഥിക്കണം. അതിന് ദൃശ്യത്വം എന്ന് പറയുന്ന ഹേതുവിനെ പറയുന്നു. അതിന് പറയുന്നു എന്താണ്, ദൃഷ്ടാന്തം പറയുന്നു സ്വപ്നം. ആ സ്വപ്നത്തിൽ ഹേതുവുണ്ട്, എന്താണ് ദൃശ്യത്വം. അത് അസത്യമാണെന്നുള്ളത് അനുഭവസിദ്ധവുമാണ്. അത്രയും സംഭവിച്ചു കഴിഞ്ഞാൽ ജാഗ്രതും അസത്യമാണെന്ന് സമ്മതിച്ചേ പറ്റൂ. യുക്തി അനുസരിച്ച് സമ്മതിച്ചേ പറ്റൂ. അങ്ങനെ യുക്തി അനുസരിച്ച് ഇവിടെ സമർത്ഥിക്കുന്നു. ചുരുക്കത്തിൽ എന്താണ്, ഇത് ദൃശ്യമായതുകൊണ്ട് ഇത് അസത്യമാണ് എന്നാണ്. എന്താണോ ദൃശ്യമായിരിക്കുന്നത് അത് അസത്യം, അതാണ് പറയുന്നതിന്റെ താല്പര്യം. തസ്മാത് ജാഗ്രതേവി വൈദഗ്ധ്യം സ്മൃതം. അതുകൊണ്ട് ജാഗ്രതത്തിലും അസത്യത്വം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് നിഗമനം. ഉപനയം കഴിഞ്ഞ് പിന്നീട് വരുന്നത് നിഗമനമാണ്. പ്രജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമനം, പഞ്ചാവയവാക്യം. അതാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കൂടുതൽ കടന്നുപോകണ്ട. അത് കടന്നു പോകണമെങ്കിൽ പിന്നെ ഇനി തർക്കം പഠിക്കേണ്ടി വരും. തർക്കം പഠിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അങ്ങോട്ട് പോകാതെ ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കിയാൽ എന്താണ്, ഇവിടുത്തെ നിഗമനം എന്താണ്, ഇത് അസത്യമാണ് ജാഗ്രത. അതിനെന്താണ് ഹേതു, ഇത് ദൃശ്യമായതുകൊണ്ട്. ഇത്രയും മനസ്സിലാക്കാൻ എളുപ്പമാണ്. പഞ്ചാവയ വാക്യങ്ങളൊക്കെ പോകട്ടെ, ഇത് ദൃശ്യമായതുകൊണ്ട് ഇത് അസത്യമാണ്. അന്തസ്ഥാന സമൃദ്ധത്വേന സ്വപ്നദൃശ്യാനാം ഭാവാനാം ജാഗ്രത് ദൃശ്യേഭ്യോ ഭേദ. എന്നാൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ജാഗ്രത സ്വപ്നവും തമ്മിൽ വ്യത്യാസമുണ്ടെന്താണ്, സ്വപ്നം എന്ന് പറയുന്നത് അന്തസ്ഥാനമാണ്, ശരീരത്തിന്റെ ഉള്ളിലാണ്, സമൃദ്ധമാണ്. അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് സമൃദ്ധമായിരിക്കുന്നു, സൂക്ഷ്മമാണ്. ഇതാണ് സ്വപ്നദൃശ്യാനാം ഭാവാനാം ജാഗ്രത് ദൃശ്യേഭ്യോ ഭേദ. സ്വപ്നത്തിലെ ദൃശ്യങ്ങളും ജാഗ്രതത്തിലെ ദൃശ്യങ്ങളും തമ്മിലുള്ള ഭേദം. ദൃശ്യത്വം അസത്യത്വം ച അവിശിഷ്ടവും ഭേദം. എന്നാൽ രണ്ടു തരത്തിൽ സമാനതകളുണ്ട്. ഇവിടെ പറയുന്നത് സ്വപ്നം തന്നെ ജാഗ്രത എന്നല്ല പറയുന്നു, മറിച്ച് സ്വപ്നം പോലെ ജാഗ്രത എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് യുക്തിയുക്തമായി പറയും. തത്വജ്ഞാനിയുടെ അനുഭവത്തിൽ വേണമെങ്കിൽ പറയാൻ എന്താണോ, ഇതും ഒരു സ്വപ്നം തന്നെ, ഈ ജാഗ്രതും സ്വപ്നം തന്നെ. പക്ഷെ യുക്തിയിൽ പറയുമ്പോൾ അത് പറയാൻ പറ്റത്തില്ല. യുക്തിക്ക് അതിൻ്റെതായ പരിമിതിയുണ്ട്. യുക്തിക്ക് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ യുക്തി ഒഴുക്കി ലംഘിക്കാൻ ഒക്കത്തില്ല. അനുഭവത്തിന് വേറെ നിയമങ്ങളൊന്നുമില്ല. അനുഭവം സ്വതപ്രമാണമാണ്. അപ്പോൾ അനുഭവിക്കുന്നവന് പറയാൻ എന്താണ്, ഇത് സ്വപ്നം തന്നെ. അനുഭവിക്കാത്തവന് സ്വപ്നം എന്ന് പറയാൻ പറ്റത്തില്ല. അനുഭവിക്കാത്തവന് എന്ത് പറയാം, യുക്തി കൊണ്ട് ഞാൻ പരിശോധിച്ചപ്പോൾ ഇത് സ്വപ്നം പോലെ തന്നെ. എന്താണ് സ്വപ്നം? ഇവിടെയുള്ള സാദൃശ്യങ്ങൾ, ഇത് ദൃശ്യമാണ്. അതാണ് ദൃശ്യത്വം. പിന്നെന്താണ്, ഇത് അസത്യമാണ്. സ്വപ്നവും ദൃശ്യമായിരിക്കുന്നു, അസത്യമായിരിക്കുന്നു.
എന്നാൽ ഇതിന് ചില പ്രത്യേകതകളുമുണ്ട്. എന്താണ്? സ്വപ്നം കണ്ടത് ഉറങ്ങിയപ്പോൾ എന്റെ ഉള്ളിലാണ്. അവിടെ ഞാൻ കണ്ട എന്റെ ദേശം പരിമിതമാണ്. അതിസൂക്ഷ്മമായ സ്ഥാനത്താണ് ഞാൻ സ്വപ്നം കണ്ടത്. ജാഗ്രത അങ്ങനെയല്ല. ഈ ദേഹവും ബാഹ്യവുമായിട്ടുള്ള ഈ ലോകം ഇത് വേറെയാണ്. ഈ ലോകം വളരെ വിശാലമാണ്. പുറമെയാണ് ഞാൻ കാണുന്നത്. ഇവിടെ ആനയെ പുറമേ കണ്ടു, അവിടെ ഉള്ളിൽ കണ്ടു. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. യുക്തിയുക്തമായി പറയുന്നു. എന്താണ്? ഇത് സ്വപ്നം പോലെ അസത്യം ആണ്. സ്വപ്നം ദൃശ്യമായതുകൊണ്ട് അസത്തായതുകൊണ്ട്, ജാഗ്രതും ദൃശ്യമായതുകൊണ്ട് അസത്താണ്. അറിവിന് വിഷയമായതുകൊണ്ട് ഇത് അസത്താണ്. ദൃശ്യമായതുകൊണ്ട് അസത്ത് എന്തുകൊണ്ട് പറയുന്നു? സ്വപ്നത്തിൽ ആ ദൃഷ്ടാവ് സത്യം. സ്വപ്നത്തിലെ ദൃഷ്ടാവ് അസത്യമല്ല, അസത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഉണർന്നതിന് ശേഷം പറയുന്നു, ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടത്. പക്ഷെ ഞാൻ കണ്ടതൊന്നും ഇവിടെയില്ല. അപ്പൊ ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടതെന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. സ്വപ്ന ദൃഷ്ടാവ് സത്യം തന്നെ. പക്ഷെ ഞാൻ കണ്ടതെല്ലാം എന്താ ഇവിടെയും കാണുന്നു എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് സ്വപ്നത്തിലെ ദൃശ്യങ്ങൾ അസത്യമാണ്. അപ്പൊ അവിടെ ദൃശ്യമേതോ അത് അസത്യം. അതാണ് യുക്തി. ദൃഷ്ടാവ് സത്യം. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ദൃശ്യമേതോ അത് അസത്യം, ദൃഷ്ടാവ് സത്യം. അതാണ് ഇവിടുത്തെ യുക്തി. അന്തസ്ഥാനാത്തു ഭേദാനാം തസ്മാത് ജാഗരിതേ സ്മൃതം യഥാ തത്ര തഥാ സ്വപ്നേ സമൃദ്ധത്വേന ഭിദ്യതേ.